ബഹുമാന്യരായ തനിമ അംഗങ്ങളെ, സഹപ്രവർത്തകരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജക്കാത്തുമായി ബന്ധപ്പെട്ട് പലർക്കും പല രൂപത്തിലുള്ള സംശയങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ട് ആമുഖമായി ജക്കാത്തിന്റെ ഹുക്കുമുകൾ ലളിതമായി ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. ഏതൊരു സംഗതിയുടെയും റുക്നുകളാണ് പ്രധാനം, അടിസ്ഥാന ഘടകങ്ങൾ. അതാണ് റുക്നുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജക്കാത്തിന്റെ റുക്നുകൾ മൂന്നെണ്ണാണ്. ഒന്ന് മുസക്കി അഥവാ ജക്കാത്തു ദായകൻ. രണ്ടാമത്തത് അൽ മുസക്കാലഹു അഥവാ ജക്കാത്തിന്റെ അവകാശി. മൂന്നാമത്തത് അൽ മാലുൽ മുസക്ക, ജക്കാത്തിന് വിധേയമാകുന്ന ധനം. മൂന്ന് റുക്നുകളാണ് ജക്കാത്തിനുള്ളത് എന്നർത്ഥം. ഇതിന് ഓരോന്നിനും ഷർത്തുകളും ഉണ്ട്. മുസക്കി എന്ന് പറയുമ്പോൾ അഥവാ ജക്കാത്തു ദായകൻ എന്ന് പറയുമ്പോൾ അതിന്റെ ഷർത്ത് മുസ്ലിം ആയിരിക്കുക, പ്രായപൂർത്തി എത്തിയിരിക്കുക, സാമ്പത്തിക ശേഷി ഉള്ള സമ്പത്തിന്റെ ഉടമസ്ഥതയുള്ള ആളായിരിക്കുക തുടങ്ങിയ നിബന്ധനകളാണ്. ജക്കാത്ത് ദായകനെ സംബന്ധിച്ചിടത്തോളം ഖുർആനിൽ എണ്ണിപ്പറഞ്ഞ 8 വിഭാഗങ്ങളിൽ പെട്ടവനായിരിക്കുക, ആ വകുപ്പായിരിക്കുക എന്നതാണ്. മൂന്നാമത്തതാണ് അല്പം വിശദമായിട്ട് പറയാനുള്ളത്. ജക്കാത്തിന് വിധേയമാകുന്ന ധനം. എല്ലാ ധനത്തിനും ജക്കാത്ത് ഇല്ല. ചില ഷർത്തുകൾ ഒത്തുചേർന്ന ധനത്തിനെ ജക്കാത്ത് ഉള്ളൂ. അഥവാ ഒരു ധനമായി എന്നതുകൊണ്ട്, അത് ഏത് ഇനം ധനായിക്കൊള്ളട്ടെ, എന്നതുകൊണ്ട് മാത്രം അതിന് ജക്കാത്ത് നിർബന്ധമാണ് എന്ന് വരില്ല. ചില നിബന്ധനകൾ ഒത്തുചേരണം. ഇപ്പൊ നിങ്ങളെ തനിമയുടെ പ്രസിഡന്റോ സെക്രട്ടറിയോ ട്രഷററോ തനിമ അംഗങ്ങളിൽ നിന്നൊക്കെ വരിസംഖ്യ കലക്ട് ചെയ്തു, നിങ്ങളുടെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് സ്വരൂപിച്ചു. അത് ജക്കാത്ത് കൊടുക്കാൻ മാത്രം സംഖ്യയുണ്ട്, ഒരു വർഷം പൂർത്തിയാവുകയും ചെയ്തു, എന്നാലും അതിന് ജക്കാത്ത് ഇല്ല. പണം അല്ലാത്തത് കൊണ്ടല്ല, ധനമല്ലാത്തത് കൊണ്ടല്ല, ക്യാഷ് അല്ലാത്തത് കൊണ്ടല്ല, റിയാൽ അല്ലാത്തത് കൊണ്ടൊക്കെ റെഡിയാണ്, പക്ഷേ അതിന് ജക്കാത്ത് നിർബന്ധമല്ല. അപ്പോ ധനം എന്നത് ഒന്നാമതായി അതിൻ്റെ ഷർത്ത് പൂർണ്ണ ഉടമസ്ഥതയിൽ ഉള്ളതായിരിക്കുക എന്നതാണ്. ആ ഉടമസ്ഥത സ്വകാര്യ ഉടമസ്ഥതയും ആയിരിക്കണം. ഒരാളുടെ അല്ലെങ്കിൽ ഒന്നിലധികം ആളുകളുടെ, കാരണം കൂട്ടു സംരംഭമാണെങ്കിൽ സക്കാത്തുണ്ട്. സ്വകാര്യ ഉടമസ്ഥതയിൽ ഉള്ളതായ ധനത്തിനെ സക്കാത്ത് നിർബന്ധമാവുകയുള്ളൂ. ഒരു സെക്രട്ടറി മാത്രമാണ് കൈകാര്യം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ട്രഷറർ മാത്രമാണ് കൈകാര്യം ചെയ്യുന്നത്, പക്ഷേ അദ്ദേഹത്തിന്റെ സ്വകാര്യ ഉടമസ്ഥതയിൽപ്പെട്ടതല്ല, അതൊരു ഒരു മഹല്ല് സെക്രട്ടറിയോ അങ്ങനെയൊക്കെ ആണെങ്കിൽ അത് കൈകാര്യം ചെയ്യുന്നതും അത് അക്കൗണ്ടിൽ സൂക്ഷിക്കുന്നതൊക്കെ ഒരാളാണ് എന്നതുകൊണ്ട് അതിനയാൾക്ക് സക്കാത്ത് നിർബന്ധമാകില്ല. കാരണം അത് അദ്ദേഹത്തിന്റെ സ്വകാര്യ ഉടമസ്ഥതയിൽ ഉള്ളതല്ല എന്നതാണ്. ഉടമസ്ഥതയുമായി ബന്ധപ്പെട്ട് പൂർണ്ണ ഉടമസ്ഥതയും ആയിരിക്കണം. പൂർണ്ണ ഉടമസ്ഥത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അയാൾക്ക് യഥേഷ്ടം കൈകാര്യം ചെയ്യാൻ പാകത്തിൽ അദ്ദേഹത്തിന്റെ കസ്റ്റഡിയിൽ ഉണ്ടായിരിക്കുക എന്നതാണ്. ഒരാളുടെ ബാങ്ക് അക്കൗണ്ട്, അതിലുള്ള ക്യാഷ് ATM കാർഡായിട്ടോ അല്ലെങ്കിൽ ചെക്കായിട്ടോ അയാൾക്ക് യഥേഷ്ടം പിൻവലിക്കുകയും എടുക്കുകയും ഉപയോഗിക്കുകയും ചെയ്യാം. അതേസമയം ഒരാളുടെ PF-ലുള്ള സംഖ്യ മുഴുവൻ അയാൾക്ക് അങ്ങനെ ഉപയോഗിക്കാൻ കഴിയില്ല. നമ്മളെ നാട്ടിലെ നിയമം അനുസരിച്ച് 75% അയാൾക്ക് ഉപയോഗിക്കാം. അഥവാ PF-ൽ അപേക്ഷ കൊടുത്ത് അത് പിൻവലിക്കുകയും അയാൾക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പൊ അതിനയാൾ സക്കാത്ത് കൊടുക്കണം. എന്നാൽ 25% അയാൾക്ക് സർവീസിൽ നിന്ന് പിരിയുമ്പോൾ മാത്രമേ കിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് അത് എപ്പോഴാണോ കിട്ടുന്നത് അപ്പോൾ കിട്ടിയ ഉടനെ അതിന് സക്കാത്ത് കൊടുത്താൽ മതി. അപ്പൊ ഒന്നാമത്തെ ഷർത്ത് പൂർണ്ണ ഉടമസ്ഥതയിൽ ആയിരിക്കുക. അത് സ്വകാര്യ ഉടമസ്ഥതയിൽ അഥവാ പൊതുവായ സമ്പത്താവരുത്, ഒരാളുടെ സ്വന്തം മുതലായിരിക്കുക എന്നതാണ്. രണ്ടാമത്തത് നിസാബ് തികയുക എന്നതാണ്. അപ്പൊ നമ്മുടെ നാട്ടിൽ
സ്വർണമാണ് ആഭരണമായിട്ട് ഉപയോഗിക്കുന്നത്. വെള്ളി വളരെ അപൂർവം ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് സ്വർണ നാണയങ്ങളും വെള്ളി നാണയങ്ങളുമാണ് ഉണ്ടായിരുന്നത്. സ്വർണ നാണയാണെങ്കിൽ ദീനാർ എന്നും വെള്ളി നാണയാണെങ്കിൽ ദിർഹം എന്നും അങ്ങനെയാണ് ഹദീസിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നാണയങ്ങൾ, കറൻസി ഒക്കെ അതിനനുസരിച്ചാണ് പറയുന്നത്. 20 ദീനാർ എന്നാണ് ഹദീസിലുള്ളത്. 20 ദീനാർ, അന്നത്തെ ദീനാറ് താവഴിയായി കിട്ടിയത് എടുത്ത് തൂക്കി നോക്കിയപ്പോൾ കിട്ടിയ അളവാണ് 85 ഗ്രാം എന്നത്. ഈ 85 ഗ്രാം എന്നുള്ളത് തെറ്റിദ്ധരിച്ചിട്ടാണ് ആളുകൾ 1.5 പവൻ എന്ന് പറയുന്നത്. ഒരു ഭീമാബദ്ധമാണത്. 1.5 പവൻ ഇനി ആര് പറയുന്നത് കേട്ടാലും നിങ്ങൾ അവരോട് ചോദിക്കണം, നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഈ 1.5 പവന് കിട്ടിയത്? 85 ഗ്രാം എന്ന് പറഞ്ഞാൽ 1.5 പവനല്ല. 1.5 പവൻ എന്നത് 84 ഗ്രാമാണ്. പക്ഷേ നിസാബ് 20 ദീനാറാണ്. 20 ദീനാർ എന്നത് 20 മിസ്കാലാണ്. 20 മിസ്കാൽ എന്ന് പറഞ്ഞാൽ 85 ഗ്രാം സ്വർണമാണ്. 200 ദിർഹമാണ് വെള്ളിയുടെ നിസാബ്. ആ കണക്ക് വെള്ളിയെ സംബന്ധിച്ചിടത്തോളം 595 ഗ്രാം വെള്ളിയാണ് വെള്ളിയുടെ നിസാബ് എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും അതിന്റെ വിലക്ക് സമാനമായ സ്വർണത്തിന്റെ നമ്മൾ പറഞ്ഞല്ലോ 20 ദീനാർ അഥവാ 85 ഗ്രാം. ആ 85 ഗ്രാമിന് എന്ത് വില വരുന്നുവോ അതിന് തുല്യമായ എമൗണ്ട്, റിയാൽ ആവട്ടെ, ഡോളർ ആവട്ടെ, രൂപയാവട്ടെ, യൂറോ ആവട്ടെ, പൗണ്ട് ആവട്ടെ, റൂബിൾ ആവട്ടെ, ദീനാർ ആവട്ടെ, ഏതാവട്ടെ, അത്രയും ഉണ്ടായാൽ നിസാബ് തികഞ്ഞു. നിസാബ് തികഞ്ഞു എന്നതുകൊണ്ട് മാത്രം സക്കാത്ത് നിർബന്ധമാവില്ല. ആ നിസാബ് തികഞ്ഞ ഇതിന് ഒരു വർഷം പൂർത്തിയാവുകയും വേണം. കഴിഞ്ഞ റമദാനിൽ ഒരാളെടുത്ത് ഒരു 10 ലക്ഷം രൂപ ഉണ്ടെന്ന് വിചാരിക്കുക. ഈ റമദാനിൽ അയാളെടുത്ത് നോക്കുമ്പോൾ 10 ലക്ഷം കുറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ നിസാബിന്റെ അത്രയും കുറയാതെ തന്നെ ഉണ്ടെങ്കിൽ മാത്രമേ അയാൾ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാവുകയുള്ളൂ. അപ്പോ നിസാബ് പൂർത്തിയാവുക, വർഷം തികയുക. നിസാബ് കാർഷിക വളകള്, ധാന്യവളകളാണെങ്കിൽ, ഈ ഭക്ഷ്യവളകളാണെങ്കിൽ ഈത്തപ്പഴം, അരി, ഗോതമ്പ് ഇവയുടെയൊക്കെ നിസാബ് 300 സാ ആണ്. 300 സാഹ് 5 വസ്ക് എന്ന് പറയും. ഹദീസിന് 5 വസ്ക് എന്നാ ഉള്ളത്. 5 വസ്ക് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കണക്ക് തൂക്കം അനുസരിച്ച് 653 കിലോഗ്രാമാണ്. 653 കിലോഗ്രാം ഈത്തപ്പഴം, 653 കിലോഗ്രാം അരി, 653 കിലോഗ്രാം ഗോതമ്പ്, ഇതൊക്കെ ഒരാൾ കൃഷി ചെയ്ത് കിട്ടിയാൽ അയാൾ അപ്പോഴേ അതിന് സക്കാത്ത് കൊടുക്കേണ്ടതുള്ളൂ. അതിൽ കുറവാണെങ്കിൽ കൊടുക്കേണ്ടതില്ല. കന്നുകാലികളുടെ നിസാബ് 40 ആടിന് ഒരാട്, 5 ഒട്ടകങ്ങൾക്ക് ഒരൊട്ടകം, ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ നിസാബ് എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ പിന്നെ അത് വല്ലാതെ ഇല്ലാത്തത് കൊണ്ട് അത് അങ്ങനെ അധികം വിശദീകരിക്കണമെന്ന് തോന്നുന്നില്ല. അപ്പോൾ പറഞ്ഞതിന്റെ ചുരുക്കം, ഉടമസ്ഥാവകാശത്തിന് ശേഷമുള്ള ഷർത്ത് നിസാബ് തികയുക എന്നതാണ്. വ്യത്യസ്ത ഇനങ്ങൾക്ക് 3 ഇനങ്ങളാണ് പ്രത്യേകമായിട്ടുള്ളത്. അത് വ്യത്യസ്ത നിസാബാണ്. പിന്നെ വർഷം പൂർത്തിയാവുക എന്നതാണ്. ഭക്ഷ്യവിളകളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴാണോ വിളവ് എടുക്കുന്നത് അപ്പോഴാണ് അതിൻ്റെ സമയം. അതിന് വർഷം തികയണം എന്നില്ല. അപ്പോൾ ഇതാണ് സകാത്തുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട 3 നിബന്ധനകൾ. 4മത്തെ ഒരു നിബന്ധന വളരെ പ്രധാനപ്പെട്ട തന്നെയാണ്. അത് വളർച്ചയുള്ള ധനമായിരിക്കണം, അഥവാ വരുമാനത്തിനുള്ളതോ വരുമാനദായകമോ ആയിരിക്കണം എന്നാണ്. അങ്ങനെ പറയുന്നത് ഉദാഹരണം പറയുമ്പോഴേ മനസ്സിലാവുള്ളൂ. ഒരാളടുത്ത് 100 ഏക്കർ ഭൂമിയുണ്ട്, കൃഷി ചെയ്യുന്ന ഭൂമിയാണ്. ഇപ്പോൾ വയനാട്ടിലൊക്കെ ആണെങ്കിൽ കാപ്പി കൃഷി, തേയില കൃഷി, നെല്ല് കൃഷി, വാഴക്കൃഷി ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കർഷകരാണെന്ന് വിചാരിക്കാം. പക്ഷേ കാലാവസ്ഥയുടെ പ്രതികൂല അവസ്ഥ കാരണമോ ലേബറിനെ കിട്ടാത്തത് കൊണ്ടോ വെള്ളം കിട്ടാത്തത് കൊണ്ടോ ഒക്കെ കൃഷി ചെയ്യാൻ പറ്റുന്നില്ല. അയാൾക്ക് 100 ഏക്കർ ഭൂമി ഉണ്ട് താൻ. ആ ഭൂമിക്ക് സക്കാത്ത് കൊടുക്കേണ്ടതില്ല. കാരണം എന്താ? ആ ഭൂമിയിൽ വിളവുണ്ടാകുമ്പോൾ ആ വിളവിനെ സക്കാത്ത് കൊടുക്കേണ്ടേ ഉള്ളൂ. ഒരാൾ ഉപയോഗിക്കുന്ന വാഹനം, ഒരാളടുത്ത് ടൊയോട്ട ഫോർച്യൂണർ ഉണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഇന്നോവ ഉണ്ടെന്ന് വിചാരിക്കുക, 35 ലക്ഷമൊക്കെ ഉറുപ്പ്യ വില ഉണ്ട്. അത് അയാൾ ഉപയോഗിക്കുന്ന വാഹനമാണെങ്കിൽ അതിന് സക്കാത്ത് കൊടുക്കേണ്ട. ധനമല്ലാത്തത് കൊണ്ടോ വില ഇല്ലാത്തത് കൊണ്ടോ അല്ല, അത് വരുമാനത്തിനുള്ളതല്ല.
അയാൾ ഉപയോഗമാണ്. ഒരാൾ വീട് 1 കോടി വില മതിക്കുന്ന വീടാണ് ഒരാളുടേത്. ആ വീട് വരുമാനത്തിനുള്ളതല്ല, അഥവാ വളർച്ചയുള്ളതോ വികസ്വര ധനമല്ല. അതുകൊണ്ടാണ് അതിന് സക്കാത്ത് കൊടുക്കേണ്ടതില്ല. ഇതിലൊന്നും അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യമാണ്. ഇതൊക്കെ സക്കാത്തിന്റെ അടിസ്ഥാന ഷർത്തുകളിൽ പെട്ടതാണ്. ഈ സക്കാത്ത് വിതരണവുമായി ബന്ധപ്പെട്ട് അവസാനത്തെ പോയിന്റ് കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അതിന്റെ ശേഖരണവും വിതരണവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ കൂടി പറയാം. ഇവിടെ 2 തരം സക്കാത്തും സമ്പത്തുകളെ കാണാൻ സാധിക്കും. ഒന്ന്, പുറത്തു നിന്ന് ഒരാൾക്ക് കണക്കാക്കാൻ പറ്റുന്നത്. ഇപ്പൊ ഒരാൾക്ക് 100 തെങ്ങുണ്ട്, അല്ലെങ്കിൽ ഒരാൾക്ക് 1 ഏക്കറ 4-5 ഏക്കറ പാടത്ത് നെല്ല് കൃഷി ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ പുറത്തുനിന്ന് ഒരാൾക്ക് നിർണ്ണയിക്കാനും കണക്കാക്കാനും പറ്റും. കർഷകർക്ക് പ്രത്യേകിച്ച് എത്ര പറ നെല്ല് കിട്ടും, ഇതിലിപ്പോ എത്ര തേങ്ങ ഉണ്ട്, ഇങ്ങനൊക്കെ പുറത്തുനിന്ന് കണക്കാക്കാൻ പറ്റും. അപ്പൊ ഇതിനാണ് അംവാല് വാഹിറ എന്ന് പറയാം. ഇത് പിരിക്കാനും കളക്ട് ചെയ്യാനൊക്കെയാണ് ഉദ്യോഗസ്ഥന്മാരെ നിയോഗിച്ചിരുന്നത്. അതേസമയം എൻ്റെ അക്കൗണ്ടിൽ എത്ര പൈസ ഉണ്ട്, എൻ്റെ ലോക്കറിൽ എത്ര സ്വർണ്ണം ഉണ്ട്, എനിക്ക് എത്ര രൂപ കടം കിട്ടാനുണ്ട്, എൻ്റെ ഷോപ്പിലെ സ്റ്റോക്ക് എടുത്തപ്പോൾ എത്ര വാല്യൂ, എത്രയാണ് അതിൻ്റെ തുക, ഇതൊക്കെ എനിക്ക് മാത്രമേ അറിയൂ. വേറൊരാൾക്ക് പുറത്ത് നോക്കി പറയാൻ പറ്റില്ല. അതിനാണ് അംവാല് ബാത്തിന എന്ന് പറയാം. അപ്പൊ ഈ ശേഖരണത്തിൽ എല്ലാ സമ്പത്തും സർക്കാരിന്, ഇമാമിന് എന്നാ പറയാ, ഖലീഫക്ക് അഥവാ ബൈത്തുൽ മാലിലേക്ക് നൽകുന്നതാണ് അഫ്ളൽ. ഇത് തർക്കമില്ല. ഒരു മുസ്ലിമിന്റെ പ്രത്യക്ഷ ധനമാവട്ടെ പരോക്ഷ ധനമാവട്ടെ എല്ലാം സർക്കാരിന് നൽകുക എന്നതാണ് ഏറ്റവും അഫ്ളലായിട്ടുള്ളത്. പക്ഷേ പ്രകടമായ പ്രത്യക്ഷ ധനത്തിൻ്റെത് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് കണക്കാക്കാൻ പറ്റുന്നതാണെങ്കിൽ മറ്റേത് മത്റൂഖത്തുൻ ഇല അർബാബിഹ, അത് ഓരോരുത്തർക്കുമാണ് അറിയാം. അവരുടെ ഈമാന്റെ നേട്ടം അനുസരിച്ചാണ് അവരത് നൽകുക. ഒരാളുടെ PF എത്ര സംഖ്യ ഉണ്ട് അത് അയാൾക്കേ അറിയുള്ളൂ. പിന്നെ ഏറി വന്ന ഉദ്യോഗസ്ഥന്മാരോട് ചോദിച്ചാൽ അവർക്ക് അറിയിക്കും. പക്ഷെ അവരറിഞ്ഞാലും ഇയാൾക്ക് എത്ര റുപ്യ കട ഉണ്ടെന്ന് അറിയില്ല, കിട്ടാനുള്ള എത്ര ഉണ്ടെന്ന് അറിയില്ല. അപ്പൊ അതൊക്കെ ഓരോരുത്തരുടെ ഈമാനിന്റെ ഭാഗമാണ്. നിസാബ് തികഞ്ഞു, വർഷം പൂർത്തിയായിട്ടുണ്ടെങ്കിൽ ഇതിനൊക്കെ സക്കാത്ത് അയാൾ കൊടുക്കണം, ഇല്ലെങ്കിൽ മുസ്ലിം ആവില്ല. അയാൾ മുസ്ലിമാണ്, അയാളെ പറ്റി പറയാൻ പറ്റും. അപ്പൊ വൈലുൽ മുശ്രിക്കീന അല്ലദീന ലാ യുഅ്തൂന സകാത്ത വഹും ബിൽ ആഖിറതി ഹും കാഫിറൂൻ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്. സകാത്ത് നിർബന്ധമാകുകയും ഒരാൾക്ക് അത് കൊടുക്കുന്നതിന് തടസ്സമൊന്നും ഇല്ലാതിരിക്കുകയും ചെയ്തിട്ട് അയാൾ സക്കാത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ അയാൾ ഇസ്ലാം പൂർത്തിയായിട്ടില്ല, മുസ്ലിമായിട്ട് പരിഗണിക്കപ്പെടുകയില്ല. അത് പലരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. അപ്പൊ ഞാനിങ്ങനെ കണക്കൂട്ടി നോക്കുമ്പോൾ കേരളത്തിലെ മുസ്ലിമീങ്ങളുടെ സക്കാത്ത്, നിങ്ങളെ ഗൾഫുകാരതല്ല, കണക്കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു 500 കോടി മിനിമം ഉണ്ടാവും ഒരു കൊല്ലത്ത്. അതിലേറെ ഉണ്ടോ. ഞാനിപ്പോൾ അത് കൊടുക്കിട്ടിയത് ഒരു 10-14,000 സ്ത്രീകൾ 50 പവനുള്ളത്. എനിക്ക് റമദാൻ മാസത്തിലൊക്കെ വരുന്ന കോൾ കണക്കൂട്ടിയ കണ്ണൂർ ജില്ലയിൽ മാത്രം പിന്നെ അത്രയും സ്ത്രീകൾ ഉണ്ടാവും. നിങ്ങളുടെ ഓരോ ജില്ലയിലും കണക്കൂട്ടിയൊക്കെ നിങ്ങൾ അനുസരിച്ച് നോക്കി. 50 പവൻ ഉപയോഗിക്കാത്ത സ്വർണം 50 പവനുള്ള ഒരു ജില്ലയിൽ 1000 സ്ത്രീകൾ ഉണ്ടാവില്ലേ? എന്നാൽ അതിലൊന്നല്ല ഉണ്ടാവുക. ഞങ്ങളെ വയനാട്ടിൽ ഉണ്ടാവും. ഇപ്പൊ എനിക്ക് തന്നെ അറിയാം, നമ്മളെ അത്ര വലിയൊരു സമ്പന്ന ജില്ലയൊന്നും അല്ലാഞ്ഞിട്ട് പോലും 50, 30, 40 ഒക്കെ പവൻ കൊടുത്ത് കെട്ടിക്കുന്ന ധാരാളം കുടുംബങ്ങളുണ്ട്. പിന്നെ കച്ചവടക്കാരുടെ കാര്യം പറയാനുണ്ടോ? ഒരു ചെറിയ മൊബൈൽ ഷോപ്പിൽ എത്ര മൊബൈൽ ഉണ്ടാവും? 15,000 റുപ്യ കൊടുക്കാണ്ട് നല്ലൊരു മൊബൈൽ കിട്ടൂല. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു 10-50 മൊബൈലുള്ള ഒരു കടയിൽ എത്ര പൈസ ഉണ്ടാവും? ഹാർഡ്വെയർസിലൊക്കെ എത്ര ഉണ്ടാവും? ഒരു ടെക്സ്റ്റൈൽസിൽ എത്ര ഉണ്ടാവും? എത്ര ടെക്സ്റ്റൈൽസുകൾ ഉണ്ട്? ഒരു മുസ്ലിങ്ങൾ നടത്തുന്ന ടെക്സ്റ്റൈൽസ്, വമ്പൻ ടെക്സ്റ്റൈൽസുകൾ, ഹോട്ടലുകൾ, ഇവർക്കൊക്കെ സാമ്പത്തിക 1 ലക്ഷം 1 ലക്ഷം കച്ചവടക്കാരുടെ സക്കാത്ത് ഈ 10 ലക്ഷം ഏതാണ്ട് ഉണ്ട് എന്നുള്ള കണക്കൂട്ടിയുണ്ട്. 250 കോടി ഉണ്ടാവും. അപ്പോ നമ്മുടെ പ്രമുഖനായ ഒരു മലയാളി വ്യവസായി, അദ്ദേഹത്തിന്റെ മൊത്തം ആസ്തി കഴിഞ്ഞ കൊല്ലം പുറത്തു വിട്ടത് 50,000 കോടിയാണ്. ഈ 50,000 കോടി 25,000 കോടി സ്ഥിരം അസറ്റായിട്ട് കണക്കൂട്ടാം നമ്മൾ. ബാക്കി 25,000 കോടി അതിന്റെ മാത്രം സക്കാത്ത് ഒരാളുടെ പറയുന്നത് 625 കോടി ഉണ്ടാവും.
അതിന്റെ 100-ലൊരംശം ബൈത്തുൽ സക്കാത്ത് എന്ന് വെച്ചാൽ 1% പോലും ബൈത്തുൽ സക്കാത്ത് മുഖേന കളക്ട് ചെയ്യുന്നില്ല. അതിനാണ് ഈ പുകില് തേച്ചു. കേരളത്തിലെ മുസ്ലിമീങ്ങളുടെ സക്കാത്ത് എങ്ങാനും വ്യവസ്ഥാപിതമായി കളക്ട് ചെയ്യുകയും വ്യവസ്ഥാപിതമായി വിതരണം ചെയ്യുകയും ചെയ്താൽ കേരളത്തിൽ സക്കാത്ത് വാങ്ങാൻ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ നല്ല കേരളത്തിൽ വേറെ കൂട്ടത്തിൽ കൊടുക്കുകയാണെങ്കിലും ഉണ്ടാവില്ല. പുറത്താണെങ്കിൽ കൊണ്ടുപോയി കൊടുക്കേണ്ടി വരും. ആസാമിലോ ബംഗാളിലോ ബീഹാറിലോ ഒക്കെ കൊണ്ടുപോയി കൊടുക്കേണ്ടി വരും. അത്രയും സക്കാത്ത് ഒരു കൊല്ലത്തെ ഇവിടെ തന്നെ ഉണ്ടാവും അർത്ഥം. അപ്പോ സക്കാത്ത് ശേഖരണത്തെ സംബന്ധിച്ചാണ് പറയുന്നത്. വിതരണം ചെയ്യുമ്പോൾ ഖുർആനിലെ 8 വിഭാഗത്തെ എണ്ണി പറഞ്ഞിട്ടുണ്ട്. അതിൽ ആദ്യത്തെ 4 വിഭാഗം ഇന്നമ സ്വദഖാത്തു ലിൽ ഫുഖറാഇ വൽ മസാകീനി വൽ ആമിലീന അലൈഹാ വൽ മുഅല്ലഫതി ഖുലൂബുഹും. അവിടെയൊക്കെ ലി എന്നാ പറഞ്ഞ അവരുടെ സ്വകാര്യ ഉടമസ്ഥയിലേക്ക് പോകണം. അതാണ് ലിൽ ഫുഖറാഇ എന്നുവെച്ചാൽ അവർക്ക് യഥേഷ്ടം ഉപയോഗിക്കാൻ കഴിയണം. അവരെ അവകാശമാണത്. പിന്നെ പറയണത് വഫിർ റിഖാബി വൽ ഗാരിമീന വഫീ സബീലില്ലാഹി വബിനിസ് സബീൽ. ഇതൊക്കെ ഫീ എന്നാ പറഞ്ഞത് ആ വിഷയത്തിൽ കൊടുത്താൽ മതി. അതിനൊരു ഫണ്ടായിട്ട് അങ്ങ് വെച്ചിട്ട് അത് അതിന് വേണ്ടി ചെലവഴിക്കുക. ഇപ്പൊ കടം വീട്ടാൻ ഒരാൾക്ക് കൊടുക്കാം, അത് കടം വീട്ടാൻ തന്നെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ, വേറൊന്നിനും അത് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം അങ്ങനെ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഫക്കീറായ ഒരാൾക്ക് നിങ്ങൾ സക്കാത്ത് കൊടുത്താൽ അയാൾക്ക് അതെന്തും ചെയ്യാം. വീടുണ്ടാക്കാം, കടം വീട്ടാം, മക്കൾക്ക് ഡ്രസ്സ് വാങ്ങിക്കൊടുക്കാം, ഫീസ് അടക്കാനുള്ളത് അടക്കാം. അത് അയാളുടെ ക്യാഷ്, അയാൾക്ക് ശമ്പളം കിട്ടിയ പോലത്തെ ഒരു കാശാണ്. അയാൾക്ക് ഇഷ്ടമുള്ളത് പോലെ ചെയ്യാം. ഹലാലായ ഏത് പറയും അത് ചെയ്യാം. എന്നാൽ വൽ ഗാരിമീന എന്ന് പറഞ്ഞിട്ട് ഖുർആൻ എണ്ണി പറഞ്ഞ ആ വകുപ്പിൽ നിങ്ങൾ ഒരാൾക്ക് സക്കാത്ത് കൊടുത്താൽ അതിനെ കൊടുക്കാൻ പറ്റുള്ളൂ. അതിനെ അയാൾ കൊടുക്കണില്ലെങ്കിൽ അയാൾക്ക് തിരിച്ചു വാങ്ങാനാണ്. അതാണ് ഈ അവസാനം പറഞ്ഞ 4 വിഭാഗം എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയുമാണ് സക്കാത്തിനെ സംബന്ധിച്ചുള്ള അതിന്റെ റുക്നുകളും ഷർത്തുകളും എന്ന് പറയുന്നത്. സക്കാത്ത് ഉള്ള ഒരാൾ സക്കാത്ത് കൊടുക്കാതെ മരിച്ചാൽ നല്ലൊരു വിഭാഗം ഫുഖാക്കളും പറയുന്നത് അയാളുടെ സക്കാത്ത് ഏതാണ് മാറ്റി വെച്ചിട്ട് അനന്തരാവകാശം വീതിക്കാവൂ. ഒരാൾ മരിച്ചു, അയാളുടെ ബാങ്ക് അക്കൗണ്ടിൽ 1 കോടി ഉറുപ്പിക ഉണ്ടെന്ന് വിചാരിക്കുക എങ്കിൽ 97.5 ലക്ഷം ഉറുപ്പിക മാത്രമേ അനന്തരാവകാശ വീതിക്കാൻ പറ്റൂ. 2.5 ലക്ഷം അയാളുടെ സക്കാത്തായിട്ട് മാറ്റി വെക്കണം, എന്നിട്ടേ വീതിക്കാൻ പറ്റുള്ളൂ. ഒരാള് മരിച്ചു, അയാളുടെ കോടികൾ സ്വത്തുള്ള ഒരാളാണ്, അക്കൗണ്ടിൽ മില്യൺ കണക്കിന് ക്യാഷ് ഉള്ള ഒരാളാണ് മരിച്ചത്. അയാൾക്ക് ചെറിയ മക്കളുണ്ട്. ആ മക്കൾക്കൊക്കെ 30 ലക്ഷം ഉണ്ട് എന്ന് വിചാരിക്കുക. എങ്കിൽ ആ മക്കളെ സംരക്ഷിക്കുന്ന ആരാണോ, പേരന്റ് ആരാണോ, ബാപ്പാന്റെ സ്ഥാനത്ത് ആരാണോ ഉള്ളത്, അയാൾ ഈ മക്കളുടെ 10 ലക്ഷത്തിന്റെ സക്കാത്ത് കൊടുക്കണം എന്നാ. കാരണം സക്കാത്ത് എന്ന് പറഞ്ഞ പാവങ്ങളുടെ അവകാശമാണ്. അത് ക്യാഷ് ഉള്ള ഒരാള് മൈനറായിപ്പോയി എന്നതുകൊണ്ട് കൊടുക്കാൻ എന്നല്ല. അയാളുടെ സക്കാത്ത്, ആ കുട്ടികളുടെ സക്കാത്ത് ആര് കൊടുക്കണം? അവരുടെ മേൽനോട്ടം വഹിക്കുന്നത് ആരാണോ, രക്ഷാകർത്താക്കളായിട്ട് ആരാണോ ഉള്ളത്, അവര് ആ കുട്ടികളുടെ സക്കാത്ത് കൊടുക്കണം എന്നാണ്. അപ്പൊ ഇതൊക്കെയാണ് സക്കാത്തുമായി ബന്ധപ്പെട്ടുള്ള ഒരു ആമുഖം എന്നുള്ള നിലയ്ക്ക് സംക്ഷിപ്തമായിട്ട് എനിക്ക് പറയാനുള്ളത്. ബാക്കിയുള്ള സമയം ഞാൻ നിങ്ങളുടെ സംശയത്തിന് വേണ്ടിയിട്ട് നീക്കി വെക്കുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇപ്പൊ പറഞ്ഞ കുട്ടികളുടെ സക്കാത്ത് അതിന്റെ ഉത്തരവാദപ്പെട്ട ആള് കൊടുക്കണമെന്ന് പറഞ്ഞല്ലോ മൗലവി. അതെ അതെ. ഇത് അവരുടെ പേരിലുള്ള പൈസയിൽ നിന്ന് കൊടുക്കണം എന്നാണോ, അല്ല വേറെ അതാണ്. അതായത് ഇപ്പൊ ഞാൻ ഉദാഹരണം പറഞ്ഞോണ്ടാ, 1 കോടി ഉറുപ്പ്യ ബാങ്കില് ഡെപ്പോസിറ്റ് ഉള്ള ഒരാൾ മരിച്ചു. അയാൾക്ക് 4 മക്കളുണ്ടെങ്കിൽ 4 ആമക്കളാ ഉള്ളൂ, ചെറിയ മക്കളാണ്, വേറെ ആരും ഇല്ലെങ്കിൽ ഓരോ മക്കൾക്കും 25 ലക്ഷം വീതം ഉണ്ടാവും. അതെ. അപ്പോൾ ഈ മക്കളെ നോക്കുന്ന ഒരു വല്യുപ്പിയോ അല്ലെങ്കിൽ പിന്നെ ഇദ്ദേഹം മരിച്ചുപോയ ആളുടെ ജ്യേഷ്ഠനോ അനുജനോ അളാപ്പ മുത്താപ്പന്മാരൊക്കെ ഉണ്ടാവുമല്ലോ. അതെ. മുതിർന്ന ജ്യേഷ്ഠനാണെങ്കിൽ അനുജന്മാരുടെ പേരിലുണ്ടാവും ഈ സംഖ്യ. അതിന്റെ സക്കാത്ത് അവർ കൊടുക്കണം. ആരാണോ ആ പിതാവിന്റെ സ്ഥാനത്ത് കാര്യങ്ങൾ നിർവഹിക്കുന്നത് അയാൾ കൊടുക്കണം. ചിലപ്പോൾ ഉമ്മമാരേക്കും, അങ്ങനെയാണെങ്കിൽ ഉമ്മമാര് കൊടുക്കണം. അല്ല, അത് മൗലവി പറഞ്ഞ് മനസ്സിലായി. പക്ഷെ അത് അവരുടെ പേരിലുള്ള അക്കൗണ്ടിൽ നിന്ന് എടുത്തു കൊടുക്കണം എന്നാണോ, അല്ല ഇദ്ദേഹം തന്നെ കൊടുക്കണം എന്നാണോ ഉദ്ദേശിക്കുന്നത്? അങ്ങനെ ആരെയും കൊടുക്കുവോ? ആരാന്റെ സക്കാത്തിന് ആരാ കൊടുക്കുക? വേറെ ആരെയും കൊടുക്കുവോ?
അവനവന്റെ ജക്കാത്ത് അവനവൻ കൊടുക്കണം. ഈ കുട്ടികൾ ചെറിയ മൈനർ ആയതുകൊണ്ട് ഓൽക്ക് പെട്ടും പൊട്ടും തിരിയാത്തതുകൊണ്ട് അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് എടുത്തിട്ട് ഇയാൾ കൊടുക്കണം എന്നാ പറയുന്നത്. അസ്സലാമു അലൈക്കും. ഈ വാടകക്ക് കൊടുക്കുന്ന റൂമുകളുടെ അതിനെങ്ങനെ സക്കാത്ത് ഉണ്ടോ? ആ റൂമിന് വാടക എമൗണ്ട് നിങ്ങളുടെ കൈവശം വന്ന് ഒരു വർഷം പൂർത്തിയാകുമ്പോൾ അതിന്റെ 2.5% കൊടുക്കുക. ആ എമൗണ്ട് നിസാബ് തികയെങ്കിൽ. ഇനി അഥവാ നിസാബ് തികയില്ല, നിങ്ങൾക്കിപ്പോ ശമ്പളം ഒരു 10,000 റിയാലുണ്ട്, വാടകയായിട്ട് അല്ലെങ്കിൽ ഒരു ശമ്പളം ആയിട്ട് കിട്ടുന്ന നാട്ടിലെ കണക്ക് കൂടുമ്പോൾ ഒരു 1,00,000 ഉറുപ്പ്യ ഉണ്ട്, പിന്നെ വാടക ഇനത്തിൽ ഒരു 10,000 ഉറുപ്പ്യ കിട്ടുന്നുണ്ട്, പിന്നെ വേറെ പല നിക്ഷേപത്തിൽ നിന്നൊക്കെ ആദായമായിട്ട് കിട്ടുന്നുണ്ട്. ഇങ്ങനെ എല്ലാം കൂടി ഉണ്ടെങ്കിൽ എല്ലാം കൂടി കൂട്ടിയിട്ട് 2.5% കൊടുത്താൽ മതി ഒരു വർഷം, ഓരോ വർഷം കൂടുമ്പോഴും ഒക്കെ ഒരു യൂണിറ്റ് ആയി പറ്റും. ചാറ്റ് ബോക്സിൽ ഒരു ചോദ്യമുണ്ട്. ഉപ്പാപ്പമാർക്ക് കടമുണ്ടെങ്കിൽ അത് മകൻ വീട്ടാനുണ്ടെങ്കിൽ അയാൾക്ക് സക്കാത്ത് കൊടുക്കാമോ? അതെ, കടം വീട്ടാനാണെങ്കിൽ അത് വാപ്പാക്കാണെങ്കിലും വീട്ടാൻ, വാപ്പാന്റെ കടം വീട്ടാൻ മകന്റെ സക്കാത്തിൽ നിന്ന് കൊടുക്കാമെന്നാണ്. അത് കടം വീട്ടാൻ ആയിരിക്കണം. അതേസമയം അതിന് നിബന്ധന വെച്ചത് അയാള് വാപ്പയായാലും വെല്ലിപ്പയായാലും സ്വയം ചെലവിൽ കഴിയുന്നവരാകരുത്. എന്ന് വെച്ചാൽ എൻ്റെ മക്കൾ ഇപ്പം എൻ്റെ വീട്ടിലാണ് കഴിയുന്നത്, അപ്പൊ ഞാൻ എൻ്റെ മക്കൾക്ക് റേഷൻ വാങ്ങിക്കൊടുക്കുന്നത് അത് സക്കാത്തിൽ എഴുതാൻ പറ്റൂല. അതേസമയം അവർ കല്യാണമൊക്കെ കഴിച്ച് വേറെ സ്വതന്ത്രരാണ്, അവർ ചിലവൊന്നും ഞാൻ നോക്കണമെന്നില്ല എങ്കിൽ മകൻ ഇങ്ങനെ കടത്തിൽ മുങ്ങിക്കിടക്കുകയാണെങ്കിൽ എൻ്റെ സക്കാത്ത് അവൻ്റെ കടം വീട്ടാൻ വേണ്ടി കൊടുക്കാം. അവൻ്റെ സക്കാത്ത് ഞാൻ വേറെ തന്നെ താമസിക്കുകയാണ്, ഓൻ്റെ ചെലവിലൊന്നല്ല, ഞാൻ സ്വയം പര്യാപ്തനായിട്ട് കഴിയുകയാണ് എങ്കിൽ എൻ്റെ കടം വീട്ടാൻ അവൻ്റെ സക്കാത്ത് കൊടുക്കാം. അത് അനുവദനീയമാണ്. ഫീ സബീലില്ലാഹിൽ എന്തൊക്കെ പെടുന്നു? ഫീ സബീലില്ല എന്നതുകൊണ്ട് അൽ ജിഹാദു ഫീ സബീലില്ല എന്നതാണ് ഉദ്ദേശ്യം. അൽ ജിഹാദ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെറും വാള് ആയുധം കൊണ്ടുള്ള ജിഹാദ് മാത്രമല്ല, മീഡിയ ജിഹാദ്, ബൗദ്ധിക ബുദ്ധിപരമായ ജിഹാദ്, ഇന്റലക്ച്വൽ തൂലിക ജിഹാദ്, പിന്നെ ഞങ്ങളൊക്കെ ചെയ്യുന്ന പോലെ നാവികപ്പട, ഞങ്ങളൊക്കെ നാവികപ്പട നാവുകൊണ്ട് ജിഹാദ് ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ ഒരു ജിഹാദാണ്. എനിക്ക് സക്കാത്ത് തരണമെന്നല്ല പറഞ്ഞത്, അൽഹംദുലില്ലാ. നാവികസേന എന്ന് പറയും പ്രസംഗകർക്ക്, നാവുകൊണ്ട് ജിഹാദ് ചെയ്യുന്ന. അപ്പോൾ അത് പിന്നെ എന്ന് വെച്ചാൽ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾ, അള്ളാഹുവിന്റെ വചനം ഉയർത്താൻ വേണ്ടി നടത്തുന്ന എല്ലാ അധ്വാന പരിശ്രമങ്ങളും ദഅവ പ്രവർത്തനങ്ങളും ഇതൊക്കെയാണ് ഫീ സബീലില്ല എന്ന് പറഞ്ഞ വിശാലമായ അർത്ഥത്തിൽ പെടുന്നത്. നമ്മൾ ഈ ഗോൾഡിന്റെ സക്കാത്തുമായിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. നമ്മളിപ്പോ ഈ വർഷം ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ഒരു 20 പവൻ ഗോൾഡ് ഉണ്ട്. അപ്പൊ ഈ വർഷം ഇപ്പൊ നമ്മൾ അതിന് സക്കാത്ത് കൊടുത്തു. അപ്പൊ സ്വാഭാവികമായിട്ട് അത് നമ്മൾ സക്കാത്ത് കൊടുത്താൽ പിന്നെ 19 പവനായി. അപ്പൊ അടുത്ത വർഷം നമ്മള് വീണ്ടും 20 കൊടുക്കേണ്ടത് അതോ ഈ 19 പവനാ കൊടുക്കേണ്ടത്? ആ 20 പവൻ നിങ്ങളുടെ അടുത്ത് അങ്ങനെ തന്നെ കിടക്കുന്നുണ്ടെങ്കിൽ കൊടുക്കണം. ചിലവർ 20 പവൻ കയ്യിലുണ്ടാവും, സക്കാത്ത് അരപ്പവന്റെ പൈസ വേറെ എടുത്തു കൊടുത്തു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 20 ആയിട്ട് തന്നെ അവശേഷിക്കുമല്ലോ, അപ്പൊ അതിന്റെ 2% വീണ്ടും കൊടുക്കേണ്ടി വരും. ചിലവർ ഭാര്യയുടെ സക്കാത്ത് ഭർത്താവ് കൊടുക്കും. അങ്ങനെ കൊടുക്കുമ്പോ ഭാര്യ നിയ്യത്ത് ചെയ്യണം. കാരണം അത് ഞാൻ പറയാൻ വിട്ടതാണ്, സക്കാത്തിന്റെ വാജിബിൽപ്പെട്ടതാണ്, അത് നിയ്യത്ത് ചെയ്യണം. അപ്പൊ ഭാര്യന്റെ സക്കാത്ത് ഭർത്താവ് കൊടുത്തോ, അത് മൂപ്പര് കൊടുത്തോളും എന്ന് മൂപ്പത്തിയേര് പറഞ്ഞു. പക്ഷെ അത് കൊടുത്തോന്നും അറിയില്ല, ഇല്ലാന്നും അറിയില്ല, കൊടുക്കാൻ ഏൽപ്പിച്ചില്ല എങ്കിൽ അവരെ സക്കാത്ത് കൂടൂല. അങ്ങനെ ഭർത്താവ് ഏൽപ്പിച്ചു, ഭർത്താവ് കൊടുത്ത്, അപ്പോൾ ഇവരെ കയ്യിൽ 20 പവൻ അങ്ങനെ തന്നെ ഉണ്ട്. അണിയുന്നതല്ല, അണിയുന്നതാണെങ്കിൽ അതിന് സക്കാത്ത് ഇല്ല എന്നാണ് പ്രബലമായ അഭിപ്രായം. അസറ്റായിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് എങ്കിൽ ആ സൂക്ഷിച്ചു വെച്ചത് എത്ര ഗ്രാം ആണോ അത് 85 ഗ്രാം എത്തിക്കഴിഞ്ഞാൽ സൂക്ഷിച്ചു വെച്ചത്, അണിയുന്നതല്ല, അതിന് സക്കാത്ത് കൊടുക്കണം. അസ്സലാമു അലൈക്കും. ഒരാള് സക്കാത്ത് കൊടുക്കുന്നതിന്റെ 3-4 ഇരട്ടി ഏതെങ്കിലും ഒരു വർഷം ഒരുമിച്ച് കൊടുത്തു, ചില കാരണം കൊണ്ട്, പല സാഹചര്യം കൊണ്ട്, അയാൾക്ക് വരും വർഷങ്ങളിൽ ഇളവുണ്ടോ എന്നുള്ളതാണ്. ആ കൊടുത്തത് സക്കാത്തിന്റെ നിയ്യത്ത് ചെയ്തിട്ടാണോ കൊടുത്തത്? അതെ. ആണോ? അതെ. അങ്ങനെയാണെങ്കിൽ ഒരു വർഷം മുമ്പ് വരെ സക്കാത്ത് കൊടുക്കാം. ഒരു വർഷം ഒന്നിലധികം വർഷത്തെ അങ്ങനെ മുൻകൂട്ടി സക്കാത്ത് കൊടുക്കാൻ പറ്റൂല. ഉദാഹരണം പറയാം, ഇപ്പൊ റമദാൻ ആണല്ലോ, അടുത്ത മാസം 2 ദിവസം കഴിഞ്ഞാൽ റമദാനായി.
ഈ റമദാനിൽ ഞാൻ സക്കാത്ത് കൊടുക്കുമ്പോൾ അടുത്ത കൊല്ലത്തെ റമദാനിലെ സക്കാത്ത് കൂടി എനിക്കിപ്പോ കൊടുക്കാം ഈ റമദാനിൽ. അഥവാ 2026 റമദാന്റെ സക്കാത്ത് കൂടി എനിക്ക് 2025 റമദാനിൽ കൊടുക്കാം. ശ്രദ്ധിക്കേണ്ടത് 2026 ഞാൻ കണക്ക് കൂട്ടുമ്പോൾ കൊടുത്തത് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ വക വീണ്ടും അത് കൂടി കൊടുക്കണം. എന്നാൽ 2027 സക്കാത്ത് ഇപ്പൊ ഞാൻ കൊടുത്താൽ ശരിയാവില്ല. അസ്സലാമു അലൈക്കും. നമ്മൾ ഇപ്പോൾ സക്കാത്ത് കൊടുക്കുമ്പോൾ ഈ കച്ചവട സ്ഥാപനങ്ങൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞല്ലോ. കച്ചവട സ്ഥാപനങ്ങളുടെ സ്റ്റോക്കിനാണല്ലോ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ക്രെഡിറ്റേഴ്സ് ആർക്കെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ, എമൗണ്ട് കൊടുക്കാനുണ്ടെങ്കിൽ അതിൻ്റെ കഴിച്ചിട്ടുള്ള സ്റ്റോക്കിനാണോ കൊടുക്കേണ്ടത്, അതെല്ലാം മൊത്തം ഉള്ള സ്റ്റോക്കിന് കൊടുക്കണം? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 10 ലക്ഷത്തിൻ്റെ സ്റ്റോക്ക് ഉണ്ട്, പക്ഷെ ഒരു 7 ലക്ഷം രൂപയോളം നമ്മൾ കൊടുക്കാനുണ്ട്, പുറത്ത് കൊടുക്കാനുണ്ട്. അത് കഴിച്ച് 3 ഞാനത് പറഞ്ഞപ്പോ ലക്ഷത്തിന് അതിന്റെ രൂപം ഞാൻ പറഞ്ഞില്ല. അത് കൂടി നിങ്ങളെ ചോദ്യം ചോദിച്ചോണ്ട് അതുകൊണ്ടാണ് ഞാനത് വിശദീകരിക്കാവുന്നത്. ഒരാളുടെ ഒരു ഹാർഡ്വെയർസ് ആണെന്ന് വിചാരിക്കാം ഒരാൾക്ക്, ഒരു ഹാർഡ്വെയർസ് അല്ലെങ്കിൽ ഒരു ചെരുപ്പ് കട, അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റൈൽസ്. അയാൾ അതിന്റെ സക്കാത്ത് എങ്ങനെ കൊടുക്കുക? അയാൾ സ്റ്റോക്ക് എടുക്കുക. സ്റ്റോക്ക് എടുത്തപ്പോ അയാൾ ഹോൾസെയിൽ പർച്ചേസ് ചെയ്ത വകയിൽ ആ കമ്പനിക്ക് ഒരു 5 ലക്ഷം കൊടുക്കാണ്ട്. മൊത്തം 25 ലക്ഷത്തിന്റെ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ഒരു 5 ലക്ഷം അയാൾ പർച്ചേസ് ചെയ്ത വകയിൽ കൊടുക്കാണ്ട്. അത് ലെസ് ചെയ്യാം. അപ്പൊ എത്രയായി? 20 ലക്ഷമായി. ഈ ലെസ് ചെയ്ത 20 ലക്ഷത്തിൽ നിന്ന് ചില സ്റ്റോക്ക് ഡെഡ് സ്റ്റോക്കാണ്. ഒന്ന് ഔട്ട് ഓഫ് ഫാഷൻ ആയതുകൊണ്ടോ, ഡാമേജ് ആയതുകൊണ്ടോ, എക്സ്പയർ ആയതുകൊണ്ടോ വിറ്റ് പോകൂല. അങ്ങനെയാണെങ്കിൽ അതും അയാൾക്ക് ലെസ് ചെയ്യാം. ഇനി അദ്ദേഹം ഇതിൽ പർച്ചേസ് ചെയ്യാൻ വേണ്ടി ക്യാഷ് ആയിട്ട് കടം വാങ്ങിച്ചിട്ടുണ്ട്, അത് കൊടുത്ത് വീട്ടേണ്ട ആളുകൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതും അയാൾക്ക് ലെസ് ചെയ്യാം. എന്നാൽ അയാൾ വിറ്റ വകയിൽ സൈറ്റിൽ നിന്ന് ക്യാഷ് വരാനുണ്ട്. സൈറ്റിൽ നിന്ന് ഫർണിച്ചറൊക്കെ കടകളൊക്കെ ആണെങ്കിൽ അയാൾക്ക് പെട്ടെന്ന് കിട്ടൂല. ഇപ്പോൾ സിമെന്റ് വിൽക്കണ ആരാണെങ്കിൽ ചിലപ്പോൾ സിമെന്റ് വീട് പണിയൊക്കെ കഴിയുമ്പോഴൊക്കെ കിട്ടുക. അങ്ങനെ കിട്ടാനുള്ളത് ഇതിന്റെ കൂടെ ആഡ് ചെയ്യണം. എന്നിട്ട് അതിന്റെ 2.5% സക്കാത്ത് കൊടുക്കേണ്ടത്. ഈ ഡെഡ് സ്റ്റോക്കും ഡാമേജ് സ്റ്റോക്കും അത് അയാള് ആ സമയത്ത് സക്കാത്ത് കൊടുത്തില്ല, പക്ഷെ പിന്നീട് അത് വിറ്റ് പോയാൽ ആ കണക്ക് അയാൾ അവിടെ എഴുതി വെക്കണം. പിറ്റത്തെ പോലെ സക്കാത്ത് കൊടുക്കുമ്പോൾ ഇതിന്റെയും കൂടി സക്കാത്ത് കൊടുക്കണം. അതായത് വളരെ സൂക്ഷ്മമായി നെറ്റ് സ്റ്റോക്ക് എടുത്തുകൊണ്ട് തന്നെ കൊടുക്കണം സക്കാത്ത്. ഇൻ കേസ് നിങ്ങൾ പറഞ്ഞതുപോലെ ഈ ഡെഡ് സ്റ്റോക്കിലേക്ക് മാറ്റി വെച്ചത് പോലും വിറ്റിട്ടുണ്ടെങ്കിൽ അത് പിന്നെ അടുത്ത വർഷം കൊടുക്കണം. അത്രത്തോളം സൂക്ഷ്മത ഉണ്ടാവണം. അതെ അതെ അതെ. അതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ബന്ധപ്പെട്ടിട്ട് പ്രോപ്പർട്ടി വാങ്ങുന്നതിൽ നമ്മളിപ്പോ ഈ ശമ്പളം കിട്ടുന്നതിൽ നിന്നൊക്കെ സ്വരുക്കൂട്ടി അതേ സെയിം വർഷം തന്നെ നമ്മൾ ആ ഒരു പ്രോപ്പർട്ടി വാങ്ങുകയാണ്. ആ പ്രോപ്പർട്ടി ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റിനല്ല, അങ്ങനെ ഒരു അസറ്റായി എടുക്കാൻ വേണ്ടി. അപ്പൊ അത്തരത്തിലുള്ള പ്രോപ്പർട്ടികൾക്ക് എന്തായാലും സക്കാത്ത് കൊടുക്കേണ്ട ഒഴിവായി എന്നാണല്ലോ മൗലവിയുടെ മുമ്പ് പറയുന്നത് മനസ്സിലാവുന്നത്. അത്തരത്തിലുള്ള പ്രോപ്പർട്ടി നിങ്ങൾ വിൽക്കാൻ വേണ്ടിയാ വാങ്ങിച്ചേ? അല്ല, കുറച്ചു കാലം കഴിഞ്ഞിട്ട് വിൽക്കാതിരിക്കാം, ഒരു അസറ്റായിട്ട് അവിടെ വാങ്ങി വിൽപ്പന ഉദ്ദേശ്യാർത്ഥം വാങ്ങിക്കുന്നത് സക്കാത്തിന് വിധേയമാവുള്ളൂ. ബിൽഡിംഗ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ കൃഷി ചെയ്യാം, അല്ലെങ്കിൽ ആള് കടന്നോട്ടെ, ബാങ്കിൽ ഇടുന്നതിനേക്കാളും നല്ല അതല്ലേ. അങ്ങനെയൊക്കെ വാങ്ങിക്കുന്നതിനും സക്കാത്ത് കൊടുക്കണ്ട. ഓക്കെ, മൗലവി, ആ ചോദ്യമായിട്ട് ബന്ധപ്പെട്ട് ചെറിയൊരു ചോദ്യം, ഒരു സംശയമാണ്. അതായത് കിട്ടാനുള്ളതിനും സക്കാത്ത് കൊടുക്കണമെന്ന് മൗലവി പറഞ്ഞല്ലോ. ഇപ്പോ അത് 100% ഉറപ്പില്ലാത്തൊരു സംഖ്യ ആയതുകൊണ്ട് അത് കിട്ടിയിട്ട് കൊടുത്താൽ പോരെ? അതിനെ സംബന്ധിച്ച് പണ്ഡിതന്മാര് കടത്തെ രണ്ടാക്കി വേർതിരിച്ചിട്ടുണ്ട്. ദൈനുൻ മർജുവുൽ അദായി, ദൈനുൻ ഗൈറു മർജുവിൽ അദായി. കിട്ടുമെന്ന് പ്രതീക്ഷയുള്ള കടവും കിട്ടാക്കുറ്റിയും. കിട്ടുമെന്ന് പ്രതീക്ഷയുള്ള കടം സ്വന്തം പോക്കറ്റിലുള്ള ക്യാഷിന് സക്കാത്ത് കൊടുക്കുന്ന പോലെ സക്കാത്ത് കൊടുക്കണം. എന്നാൽ ഒരു പ്രതീക്ഷയില്ല, തരേണ്ട ആൾ ആകെ പൊളിഞ്ഞ് പാപ്പർ സുട്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു അഡ്രസ്സും ഇല്ല, അല്ലെങ്കിൽ ജയിലിലാണ്, തരാനുള്ള ഒരു ഗതിയും ഇല്ലാത്ത അങ്ങനത്തെ ഒരു അവസ്ഥയാണെങ്കിൽ എപ്പോഴാണോ കിട്ടുന്നത് അത് കിട്ടുമ്പോൾ അതിന് സക്കാത്ത് കൊടുത്താൽ മതി. താങ്ക് യു. അസ്സലാമു അലൈക്കും. ഇതിന്റെ തൊട്ട് മുമ്പത്തെ ചോദ്യത്തിന്റെ ഉപചോദ്യമാണ്. ഇപ്പൊ പറഞ്ഞല്ലോ പിന്നെ ഭൂമിക്ക് സക്കാത്ത് കൊടുക്കേണ്ടതില്ലാന്ന്.
ഇപ്പൊ എന്റെ ഒരു സുഹൃത്തിന് അങ്ങനെ ഞാൻ പറഞ്ഞില്ല. വിൽപ്പന ഉദ്ദേശാർത്ഥം വാങ്ങിക്കുന്ന ഭൂമി 1 സെന്റ് ആണെങ്കിൽ നിസാബ് തികഞ്ഞാൽ സക്കാത്ത് കൊടുക്കണം. വിൽപ്പന ഉദ്ദേശം അല്ലാതെ ബിൽഡിംഗ് ഉണ്ടാക്കുക, വീടുണ്ടാക്കുക, കൃഷി ചെയ്യുക, അതല്ല വെറുതെ കിട്ടിയ ചാൻസ് മക്കൾക്കൊക്കെ ഭാവിയിൽ വീടുണ്ടാക്കാലോ അല്ലെങ്കിൽ ഉപയോഗപ്പെടുത്താലോ എന്നൊക്കെ ഉദ്ദേശാർത്ഥം ആടെ കടന്നോട്ടെ എന്നുള്ള അർത്ഥത്തിൽ വാങ്ങിക്കുന്ന ഭൂമി, അങ്ങനെയൊക്കെയുള്ള ഭൂമിക്ക് സക്കാത്ത് കൊടുക്കേണ്ടതില്ല. ഇതാണ് ഞാൻ പറഞ്ഞത്. അതെ, അങ്ങനെ കടന്നോട്ടെ എന്നുള്ള ഭൂമിക്ക് സക്കാത്ത് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞ പോലെ ഞാനിപ്പോ എന്റെ ഒരു പൈസ ഉണ്ട്, ഒരു 10-30 ലക്ഷം രൂപ ബാങ്കിൽ കടന്നോട്ടെ എന്ന് കരുതി, അപ്പൊ അതിന് സക്കാത്ത് കൊടുക്കണമല്ലോ. അത് കൊടുക്കണം. അതേപോലെ തന്നെ ഞാൻ ബാങ്കിൽ ഇടുന്നതിന് പകരം ആ പൈസക്ക് ഞാൻ ഭൂമി അവിടെ കിടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട്, അപ്പൊ ആ ഭൂമി സക്കാത്ത് കൊടുക്കണ്ട, ബാങ്കിൽ പൈസ ഇടുന്ന സക്കാത്ത് കൊടുക്കണം എന്ന് പറയുമ്പോ അങ്ങനെ തന്നെയാണ്. കാരണം ക്യാഷ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതുകൊണ്ട് ചക്ക വാങ്ങാം, മീൻ വാങ്ങാം, മുളക് വാങ്ങാം, മാങ്ങ വാങ്ങാം. ഭൂമി അങ്ങനെ പെട്ടെന്ന് വിചാരിക്കുമ്പോൾ വിൽക്കാൻ കഴിയില്ല. അതാ ലിക്വിഡ് മണിയും മറ്റേ ക്യാഷ് മോഡലായി കിടക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം. ഒരു വ്യത്യാസം. രണ്ടാമത്തെ പോയിന്റ്, നിങ്ങൾ സക്കാത്ത് കൊടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഭൂമി വാങ്ങിയിട്ട് വിചാരിക്കുക, എന്നാൽ കാലത്ത് നിന്ന് പോയാൽ കന്നിക്കാലത്തിലാണ് കൊടുക്കും. അല്ല നിങ്ങളെ മനസ്സിക്കാൻ നോക്കുക. പറഞ്ഞത് ഭൂമി വാങ്ങിയിട്ടാ സക്കാത്ത് കൊടുക്കുക, എന്നാ ഭൂമി കിടക്കട്ടെ. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്നില്ല. ഭൂമി നമുക്ക് ഏത് സമയത്ത് അങ്ങനെ ചിന്തിക്കുന്നതിൽ കൊടുക്കണ്ടെന്ന് തന്നെ പറഞ്ഞത്. കാരണം സക്കാത്ത് കൊടുക്കേണ്ട ധനത്തിന് നമാ ഉണ്ടാകണമെന്നാ. നിങ്ങളൊരു ബിൽഡിംഗ് പണി തുടങ്ങി വിചാരിച്ചോളി. കോഴിക്കോട് ടൗണിൽ നിങ്ങൾ ഒരു 10 നിലയുള്ള അപ്പാർട്ട്മെന്റ് പണി തുടങ്ങി. നിങ്ങൾ നല്ല സമ്പന്നനുമാണ്, കിട്ടുന്ന കാശ് മുഴുവൻ അതിനിറക്കി കൊടുക്കുക. നിങ്ങൾ ഒരു ഉറുപ്പ്യ സക്കാത്ത് കൊടുക്കണ്ട. അപ്പാർട്ട്മെന്റിന്റെ പണി പൂർത്തിയായി അതിന്റെ വാടക കിട്ടി തുടങ്ങിയാൽ മാത്രമേ അതിന് സക്കാത്ത് കൊടുത്താൽ മതി. ഭൂമി വിൽക്കുന്ന സമയത്ത് സക്കാത്ത് കൊടുക്കണോ? വിൽക്കാൻ വേണ്ടി വാങ്ങിച്ച ഭൂമിയാണെങ്കിൽ വിറ്റിട്ടില്ലെങ്കിലും സക്കാത്ത് കൊടുക്കണം. അതേസമയം നിങ്ങൾ വീടുണ്ടാക്കാനോ കൃഷി ചെയ്യാനോ ഒക്കെ വേണ്ടി വാങ്ങിച്ച ഭൂമിയാണെങ്കിൽ ആ ഭൂമി വിറ്റു, നിസാബ് തികഞ്ഞ എമൗണ്ട് നിങ്ങളെ കയ്യിൽ കിട്ടി, 1 വർഷം കഴിയുമ്പോൾ ആ ക്യാഷിന് നിങ്ങൾ സക്കാത്ത് കൊടുക്കണം. വിറ്റ ഉടനെ കൊടുക്കണം. ഉദ്ദേശിച്ചില്ലായിരുന്നു. കുറച്ചു കാലം കഴിഞ്ഞപ്പോ ഒരു 5-6 മാസം കഴിഞ്ഞപ്പോൾ അത് വിറ്റു. അങ്ങനെ വിൽക്കുന്ന സമയത്ത് കൊടുത്താൽ മതിയോ? അല്ല എങ്ങനെയാണ്? 1 കൊല്ലം കഴിഞ്ഞിട്ട് വിറ്റ് കഴിഞ്ഞാൽ വിൽക്കുന്ന സമയത്ത് കൊടുത്താൽ മതിയോ? അതെ, അത് വിറ്റ് കഴിയുമ്പോൾ കൊടുത്താൽ മതി. അതിപ്പോ ഒരാളിപ്പോ ഉദാഹരണം പറയാ, ഒരാൾക്ക് ഒരു 1 ഏക്കർ ഭൂമിയുണ്ട്. അപ്പൊ ആരോ പറഞ്ഞു എന്തിനാ കൃഷി ചെയ്യാനും പറ്റൂല, ഇങ്ങനെ കഴിഞ്ഞ ഭൂമി ഇട്ടിക്കണം, അത് 10 സെന്റ് വിറ്റിട്ട് നിങ്ങൾക്ക് ഒരു ബിൽഡിംഗ് ഉണ്ടായിക്കൂടെ, അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങിക്കൂടെ? എന്നാ വിൽക്ക. അങ്ങനെ കണക്കാക്കിയിട്ടുണ്ടെങ്കിലും നിങ്ങൾ എന്താക്കണ്ട, കാരണം അത് വിൽക്കാൻ ഉദ്ദേശിച്ച് വാങ്ങിച്ച ഭൂമിയല്ല. എപ്പോഴാണോ വിൽക്കുന്നത് അപ്പൊ കൊടുത്താൽ മതി. അതേസമയം റിയൽ എസ്റ്റേറ്റ് ബേസിലാണെങ്കിൽ വിറ്റാലും ശരി ഇല്ലെങ്കിലും ശരി നിങ്ങൾ ഓരോ കൊല്ലം സക്കാത്ത് കൊടുക്കണം. നിങ്ങളുടെ കാരണം കൊണ്ട് അല്ലാത്ത കാരണം കൊണ്ട് വിൽപ്പന മുടങ്ങിയാൽ നിങ്ങൾ സക്കാത്ത് കൊടുക്കണ്ട, വിൽക്കുമ്പോൾ കൊടുത്താൽ മതി. ഉദാഹരണമായിട്ട് നിയമം മൂലം സർക്കാർ ആ ഭാഗത്ത് ഭൂമി വിൽക്കാനേ പാടില്ല, അല്ലെങ്കിൽ എന്തോ കേസ് കുടുങ്ങിയിട്ട് ഫ്രീസ് ചെയ്തു നിങ്ങളുടെ ക്രയവിക്രയങ്ങൾ, അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾ അതിന് സക്കാത്ത് കൊടുക്കേണ്ട, വിൽക്കുമ്പോൾ കൊടുത്താൽ മതി. മക്കളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ നമ്മള് സ്വർണത്തിന് നിസാബ് എന്ന് പറയുമ്പോൾ ഞാൻ എന്റെ സ്വർണത്തില് ഞാൻ നിസാബ് കൊടുക്കുന്ന, അല്ലെങ്കിൽ എന്റെ വൈഫിന്റെ സ്വർണത്തിന് നിസാബ് കൊടുക്കുന്ന വിചാരിച്ചോ. ആ നിസാബ് കണക്കൂട്ടുമ്പം കുട്ടികളുടെ സ്വർണം അതിലെ കൂടി കൂട്ടിയിട്ടാണ് കൊടുക്കേണ്ടത്, അല്ല കുട്ടികളുടെ സ്വർണം വേറെ ആയിട്ടാണ് കൊടുക്കേണ്ടത്? ഞാൻ ആദ്യം തന്നെ പറഞ്ഞ് സക്കാത്തിന്റെ ഒന്നാമത്തെ നിബന്ധന ഒരാളുടെ സ്വകാര്യ ഉടമസ്ഥതയിലായിരിക്കണം എന്നാണ്. ഈ കുട്ടികളുടെ സ്വർണത്തിന്റെ ഉടമ വാപ്പയാണോ കുട്ടിയാണോ? അല്ല, പ്രായപൂർത്തിയായ കുട്ടികളാണെങ്കിൽ പ്രായപൂർത്തിയായാലും ശരി അല്ലെങ്കിലും ശരി, നിങ്ങൾ കുട്ടിക്ക് ഒരു പാവാട വാങ്ങിക്കൊടുത്തു നിങ്ങളെ മോക്ക്, അത് നിങ്ങളുടേതാണോ ഓളുടേതാണോ? തരം പറയും. ഓക്ക് ഒരു മാല വാങ്ങിക്കൊടുത്തു, അത് ഓളുടേതാണോ നിങ്ങളുടേതാണോ? 2 രൂപത്തിലാണ്. മോളെ ഇത്താത്താനെ കെട്ടിക്കുമ്പോ ഇഞ്ഞിപ്പൊട്ടോ, ഇത്താത്താനെ കെട്ടിക്കുമ്പോ ഇങ്ങ് തരണട്ടോ എന്ന് പറഞ്ഞാൽ വാങ്ങിക്കൊടുത്താണെങ്കിൽ നിങ്ങൾ അതിന് സക്കാത്ത് കൊടുക്കണം. അതല്ല അത് ഇന്റെ മോക്ക് ഞാൻ വാങ്ങിക്കൊടുത്ത, ഓക്ക് മൂത്തോക്ക് വാങ്ങിക്കൊടുക്കുമ്പോൾ ഇളയോള് കരിഞ്ഞ് ഓക്കും ഞാനൊരു വള വാങ്ങിക്കൊടുത്ത്, അത് ഓളുടേതാണ്, നിങ്ങൾ കണക്കൂട്ടേണ്ടില്ല. ഭാര്യന്റെ സക്കാത്ത് നിങ്ങളല്ല കൊടുക്കേണ്ടത്, ഭാര്യയാണ്. ഭാര്യനോടുള്ള ഔദാര്യം കൊണ്ട് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ഭാര്യ നിങ്ങളെ നിയത്ത് ചെയ്ത് ഏൽപ്പിക്കണം. ഇനി ചാറ്റ് ബോക്സിൽ വന്ന 1-2 ക്വസ്റ്റ്യൻ വായിക്കുകയാണ്. മന്ത്ലി കിട്ടുന്ന റെന്റിന്റെ സക്കാത്ത് എങ്ങനെയാണ് വിനിയോഗിക്കേണ്ടതെന്ന് പറയാമോ? അതിനോട് ചേർത്ത് പറയാനുള്ളത് ശമ്പളത്തിന്റെ സക്കാത്ത് ഒന്ന് വിശദീകരിക്കാമോ? മന്ത്ലി കിട്ടുന്ന റെന്റിന്റെ സക്കാത്ത്, ശമ്പളത്തിന്റെ സക്കാത്ത്, ഇങ്ങനെയൊന്നും സക്കാത്തില്ല. ആകെ ഒരു സക്കാത്ത്, ക്യാഷിന് സക്കാത്ത്. അത് നിസാബ് തികഞ്ഞ എമൗണ്ട് ഒരാളുടെ കയ്യിൽ എത്തുമ്പോൾ ഇയർ സ്റ്റാർട്ട് ചെയ്യും. നല്ലോണം ശ്രദ്ധിക്കണം.
നിസാബ് തികയുന്ന അവസരം മുതൽ, സമയം മുതൽ അയാളുടെ സക്കാത്ത് ഇയർ സ്റ്റാർട്ട് ചെയ്യും. ഒരാളുടെ കയ്യിൽ എത്തുന്നത് ശമ്പളം വാങ്ങുന്നവനാവട്ടെ, വാടക വാങ്ങുന്നവനാവട്ടെ, സമ്മാനം കിട്ടുന്നവനാവട്ടെ, ഗ്രാന്റ് കിട്ടുന്നവനാവട്ടെ, ഫെലോഷിപ്പ് കിട്ടുന്നവനാവട്ടെ, അയാളുടെ കയ്യിൽ നിസാബ് തികയുന്ന എമൗണ്ട്, നമ്മുടെ നാട്ടിൽ ഇപ്പൊ 6 ലക്ഷം എന്ന് കൂട്ടുക, 6 ലക്ഷം അയാളുടെ കൈവശം എത്തുന്നത് റമദാനിലാണെങ്കിൽ അപ്പോൾ അതിന്റെ ഇയർ സ്റ്റാർട്ട് ചെയ്തു. അടുത്ത റമദാൻ നോക്കുമ്പോൾ അയാളുടെ കയ്യിൽ അത്രയും എമൗണ്ട് ഉണ്ട് എങ്കിൽ അയാൾ അതിന്റെ 2% കൊടുക്കണം. എങ്ങനെ വന്നാലും ശരി, അനന്തരാവകാശം കിട്ടട്ടെ, ശമ്പളം കിട്ടട്ടെ, വാടക കിട്ടട്ടെ, എന്തായാലും ശരി. വളരെ സിമ്പിളാണ്. ഇത് ആളുകൾ പിന്നെ ശമ്പളത്തിന്റെ സക്കാത്ത്, വാടകന്റെ സക്കാത്ത് ഇതെല്ലാം കൂടി പറഞ്ഞ് അലമ്പാക്കുന്നതുകൊണ്ടാണ് ഈ ചോദ്യം തന്നെ വരുന്നത്. നിങ്ങൾക്ക് ഇപ്പൊ ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നത്. മറ്റൊരു ചോദ്യം, 85 ഗ്രാമിൽ കൂടുതൽ സ്വർണം ഒരു സ്ത്രീ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിന് സക്കാത്ത് കൊടുക്കേണ്ടതുണ്ടോ? ഒരു സ്ത്രീ ഒരു നാട്ടു നടപ്പനുസരിച്ച് ദൂർത്ത് എന്ന് പറയാൻ പറ്റാത്ത അളവിൽ ഉപയോഗിക്കുന്നതിന് സക്കാത്തില്ല. അതാണ് ഭൂരിഭാഗം ഫുഖഹാക്കളുടെയും അഭിപ്രായം. അതിന് 85 ഗ്രാം എന്നുള്ള കണക്കതിനില്ല. ഉദാഹരണമായിട്ട് 2 വള, ഒരു മാല, ഒരു താലി, ഒരു 2 മോതിരം, ഇതെല്ലാം കൂടി കാട്ടുമ്പോൾ ഒരു 11 പവനുണ്ട് എന്ന് വിചാരിക്കുക. ആ സ്ത്രീ അത് അണിഞ്ഞ് നടക്കുന്നതാണ്. അണിയാന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ അണിയാന്നൊന്നും അതിനർത്ഥമല്ല. അങ്ങനെയാണെങ്കിൽ അതിന് സക്കാത്തില്ല എന്നതാണ് ഭൂരിഭാഗം ഫുഖഹാക്കളുടെയും അഭിപ്രായം. ഷെയ്ഖ് ഖർവാബിക്ക് ആ വീക്ഷണക്കാരനാണ്. എന്നാൽ ഒരു സ്ത്രീന്റെ അടുത്ത് 365 പവനുണ്ട്. ഓരോട് ചോദിച്ചാൽ ഇത് ഞാൻ എന്നും ഓരോ മോതിരം അണിയതാണ്, അങ്ങനെ പറയാം ഒരു സ്ത്രീക്ക്. അത്തരം സ്ത്രീകൾ അള്ള എന്തായി വെച്ചാൽ കുപ്പിയിലിട്ടിട്ട് നരകത്തിലുള്ളൂ. അപ്പൊ അള്ളഹാനോട് ഓല് ചോദിക്കും ഇതെന്തിനാ എന്നെ നരകത്തിലിട്ട്? അള്ളാഹ് ഞാൻ നിന്നെ നരകത്തിലൊന്നും ഇട്ടില്ല, കുപ്പിയിട്ട വിജയിൽ പെട്ടാൻ മതി. ഏത് 365 പവൻ സ്വർണം ഓരോ ദിവസവും ഓരോ പവന് ഉപയോഗിക്കുന്നതെന്ന് ഒരാൾക്ക് പറയാം. അയാൾ ദുനിയാവിന് കഴിച്ചിടാവും, അള്ളാഹിന് മുമ്പ് കഴിച്ചിടാവില്ല. അപ്പൊ ഒരു നാട്ടു നടപ്പനുസരിച്ച് സാധാരണഗതിയിൽ ഒരു മീഡിയം, ഒരു ആവറേജ് സ്റ്റൈൽ അനുസരിച്ച് ഒരു സ്ത്രീ ഉപയോഗിക്കുന്നത് അത് 10 പവനോ 10.5 പവനോ 11 പവനോ 12 പവനോ അത് 85 ഗ്രാമോ 100 ഗ്രാമോ ഒന്നായി വെച്ചിട്ട് കുഴപ്പമില്ല. പക്ഷേ ഇനി ഒന്നും കൂടി എളുപ്പമാക്കി പറഞ്ഞാൽ ഒരു സ്ത്രീയുടെ അടുത്ത് 30 പവനുണ്ടെന്ന് വിചാരിക്കുക. കേൾക്കുന്നുണ്ട് എല്ലാവരും? കേൾക്കുന്നുണ്ട്. 30 പവനുണ്ട്. അതില് 15 പവൻ ഉപയോഗിക്കുന്നതാണ്, ബാക്കി 15 പവൻ ലോക്കറിലാണ്, അല്ലെങ്കിൽ ഒരു അസറ്റായിട്ട് എടുത്ത് വെച്ചിരിക്കുക. അപ്പൊ നിങ്ങളെന്താ അത് അണിയാത്ത? അത് അണിയാനുള്ളതല്ല. പിന്നെയോ സ്വർണത്തിന് വില കൂടുതലല്ലേ, ക്യാഷിന് വില കുറയുകയും ചെയ്യാം. അപ്പൊ അതൊരു അസറ്റായിട്ടാണ് കടന്നോട്ടെ, മോളെല്ലാം കെട്ടിക്കാനൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ അസറ്റായിട്ട് എടുത്തു വെച്ചിരിക്കണം. ആ 15 പവന് സക്കാത്ത് കൊടുത്താൽ മതി. സംഘടിത സക്കാത്ത് സംവിധാനം നിലനിൽക്കെ വ്യക്തി നൽകുന്നതാണോ ഉചിതം, അതല്ല സംഘടിതമായിട്ട് കൊടുക്കുന്ന സംവിധാനങ്ങളുമായിട്ട് യോജിച്ചു കൊടുക്കുന്നതാണോ ഉചിതം? ഏതാണ് ഉചിതം? സംഘടിതമായിട്ട് കൊടുക്കുന്നതിന് അതിൽ യാതൊരു സംശയവുമില്ല. ഒരു മഹല്ലില് 100 ആളുകളുടെ സക്കാത്ത് ഒരു 10-20 ലക്ഷം ഉറുപ്പ്യ ഉണ്ടെന്ന് വിചാരിക്കുക. അതിലേറൊക്കെ ഉണ്ടാവും പല മഹല്ലിലും. അങ്ങനെ ആകുമ്പോൾ ആ മഹല്ലിൽ 1-2 വീടില്ലാത്തവരുണ്ടെങ്കിൽ ഓരോ വീട് ഉണ്ടായി കൊടുക്കുന്നതോടുകൂടി ആ മഹല്ല് സ്വയം പര്യാപ്തമായി. എന്നാൽ ഈ ആളുകളുടെയൊക്കെ സക്കാത്ത് 1000 ആയിട്ടും 10,000 ആയിട്ടും 2000 ആയിട്ടൊക്കെ ഓരോരുത്തരും അർഹരായ പാവങ്ങൾക്ക് കൊണ്ടുപോയി കൊടുക്കുകയാണെങ്കിൽ ഓരോ പിറ്റത്തെ കൊല്ലം അതേമാതിരി സക്കാത്തിന് അർഹരായിട്ടുണ്ടാവും. അതാണ് ഈ സംഘടിത സക്കാത്തിന്റെ മെച്ചം എന്ന് പറയുന്നത്. ഇത് ആളുകൾക്ക് അനുഭവേദ്യമായ ഒരു യാഥാർത്ഥ്യമാണ്. അപ്പൊ അതുകൊണ്ട് ഏറ്റവും ഉചിതം സംഘടിതമായി കലക്ട് ചെയ്ത് വിതരണം ചെയ്യുക എന്നതാണ്. എന്നാൽ ചിലപ്പോൾ ചില ആളുകൾക്ക് അയാളെ കുടുംബത്തിൽ ഇപ്പൊ ജ്യേഷ്ഠന്റെയോ അനുജന്റെയോ പെങ്ങളുടേതോ ഒക്കെ വീട് പണി നടക്കുന്നുണ്ട്, വരുമാനമൊന്നുമില്ല, ഈ ആങ്ങൾ തന്നെയാണ് അതൊക്കെ നോക്കും ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അയാളുടെ ഈ കൊല്ലത്തെ സക്കാത്ത് കൊണ്ട് പെങ്ങളെ വീട് ഓടിട്ട് കൊടുക്കാൻ അല്ലെങ്കിൽ പിന്നെ അതൊന്ന് വാർക്കാനുള്ള പൈസ കൊടുക്കാനൊക്കെ പറ്റുമെങ്കിൽ ഈ കൊല്ലത്തെ സക്കാത്ത് അയാൾ അങ്ങനെ കൊടുത്തെന്ന് വിചാരിച്ചിട്ട് അത് വീടാത്ത പ്രശ്നമൊന്നും ഇല്ല. അങ്ങനെ അതൊക്കെ ഓരോ പ്രദേശത്ത് ഓരോ വ്യക്തിയുടെയൊക്കെ കേസ് അനുസരിച്ച് വ്യത്യാസപ്പെടും. പൊതുവെ സംഘടിതമായി കലക്ട് ചെയ്യുകയും സംഘടിതമായ സംവിധാനത്തിലൂടെ അത് ഏറ്റവും ഫലപ്രദമായി ഉപയോഗിക്കുകയും ചെയ്യുക എന്ന അർത്ഥത്തിൽ കേന്ദ്രീകൃതവും സംഘടിതവുമായതാണ് ഗുണം എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് അത് ഒരു വ്യക്തത വരുത്താൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ സ്വർണം സക്കാത്ത് കൊടുക്കുമ്പോൾ ഭാര്യ അവളുടെ ജ്യേഷ്ഠത്തി കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാമല്ലോ. ഉമ്മ കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ ഉമ്മാക്ക് കൊടുക്കാമല്ലോ അല്ലെ? അതുകൊണ്ട് പ്രശ്നമില്ല. സ്വന്തം ഉമ്മാക്കോ അഥവാ ഭാര്യന്റെ ഉമ്മാക്കോ?
ഭാര്യയുടെ ഉമ്മാക്ക്. ആ ഭാര്യയുടെ സക്കാത്ത്, അതെ, ഭാര്യയുടെ ഉമ്മാന്റെ സക്കാത്ത് പിന്നെ ഇങ്ങനെ ഉമ്മ കടത്തിൽ മുങ്ങി കിടക്കൊക്കെ ആണെങ്കിൽ കൊടുക്കാം. ജ്യേഷ്ഠത്തിക്കൊക്കെ കൊടുക്കാം. ഓക്കെ. ജ്യേഷ്ഠത്തിക്ക് ഒരു സംശയമില്ല. ഫക്കീർ മിസ്കീൻ ആണെങ്കിലൊക്കെ കൊടുക്കാം. ജ്യേഷ്ഠത്തിക്കും അനുജത്തിക്കും അളിയനും ഒക്കെ കൊടുക്കാം, അനുജനും ഒക്കെ കൊടുക്കാം. ഓക്കെ. പക്ഷേ അവരർഹരായ ആ ഗണത്തിൽ പെട്ടതായിരിക്കണം എന്ന് ഉറപ്പുവരുത്തണം. നമ്മളിപ്പോ ഒരാൾക്ക് കടം കൊടുത്തു, കുറച്ചൊരു 6 മാസം മുന്നേ ഒരു കടം കൊടുത്ത് അദ്ദേഹത്തിന് അത് തിരിച്ചു തരാൻ കഴിയുന്നില്ല. അദ്ദേഹം സക്കാത്തിന് അർഹതപ്പെട്ട ഒരാളും ആയതുകൊണ്ട് നമുക്ക് ഈ വർഷത്തെ സക്കാത്ത് നമ്മൾ അദ്ദേഹത്തോട്, ആ കടം വാങ്ങിച്ച ആളോട് പറയാണ്, നിന്റെ കടം ഞാൻ സക്കാത്തിലേക്ക് മാറ്റി വെച്ചിരിക്കുന്നു, ഇനി നീ തിരിച്ചു തരണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ നമുക്ക് സെറ്റിൽ ചെയ്യാൻ പറ്റുമോ? പറ്റൂല. എന്തുകൊണ്ട് പറ്റൂല? അത് കൂടി പറഞ്ഞുതരാം. അപ്പോഴല്ലേ പൂർത്തിയാവും. ഞാൻ നിയത്തോടുകൂടിയല്ല കൊടുത്തത്, അതുകൊണ്ടായിരിക്കാം. അതാണ്. ഒന്ന്, നിങ്ങൾ കൊടുക്കുമ്പോൾ സക്കാത്ത് എന്നുള്ള നിയത്തില്ല. രണ്ടാമത്തത്, അയാളുടെ അവകാശം എന്ത് ചെയ്യണം നിങ്ങൾ തീരുമാനിക്കുകയാണ്. ഉദാഹരണം പറയാം, നിങ്ങൾക്ക് ഞാൻ 1 ലക്ഷം രൂപ തരാണ്ട് വിചാരിക്കാം. കേൾക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഞാൻ 1 ലക്ഷം രൂപ തരാണ്ട്. അപ്പൊ നിങ്ങൾ പറഞ്ഞു, മൗലവി ഞാൻ നിങ്ങൾ തരാനുള്ള 1 ലക്ഷം എനിക്ക് തരണ്ട, അത് എന്റെ സക്കാത്തായിട്ടാണ് കണക്കൂട്ടിക്കോടി എന്ന് പറഞ്ഞു നിൽക്കുക. അതിന്റെ അർത്ഥം എനിക്ക് അവകാശപ്പെട്ട സക്കാത്ത് എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ തീരുമാനിക്കുന്നതാണ്, അല്ലേ? ഒന്നുകൂടി പറയാം. അഥവാ നിങ്ങൾ എന്റെ കടം നോക്കാതെ 1 ലക്ഷം എനിക്ക് തന്നു വിചാരിക്കാം. ഈ പ്രാവശ്യം എന്റെ സക്കാത്ത് മൗലവിക്ക് തന്നെ കൊടുക്കാം, മൗലവി എനിക്ക് 1 ലക്ഷം തരാനുണ്ട്, എന്നാലും തിരക്കുകളില്ല, മൂപ്പരെ കഷ്ടപ്പെട്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ എനിക്ക് തന്നു വിചാരിക്കും 1 ലക്ഷം. ഞാൻ ആ 1 ലക്ഷം എന്താ ചെയ്യാ? നിങ്ങളെ കടം വീട്ടാം എനിക്ക്, അതിനേക്കാളും മുമ്പ് വാങ്ങിച്ച താജുദ്ദീൻ സാഹിബിന് കടം വീട്ടാം, നിങ്ങൾക്ക് രണ്ടാക്കും വീട്ടാണ്ട് എന്റെ മക്കള് പഠിക്കാൻ പോകേണ്ട ഓൽക്ക് കൊടുക്കാം, എന്റെ വീട് ചോർന്ന് ഒലിക്കുന്നുണ്ട് അതിന്റെ ടെറസ് നന്നാക്കാം. ഇതൊക്കെ എന്റെ ചോയ്സാ. അതിനൊന്നും പറ്റൂല. നിങ്ങൾ അതിന്റെ മുന്നേ പറഞ്ഞ എന്റെ കടായിട്ടാണ് പരിഗണിച്ചോളി, അതിനുള്ള അവകാശം നിങ്ങൾക്കില്ല. പക്ഷെ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം, എന്റെ സക്കാത്ത് നിങ്ങൾ 1 ലക്ഷം തരിക, അപ്പൊ എന്റെ കയ്യിൽ ഇപ്പൊ 1 ലക്ഷമായി. അപ്പൊ നിങ്ങൾക്ക് മൗലവി എനിക്ക് തരാനുള്ള 1 ലക്ഷം കൂടെ തന്നോടി എന്ന് നിങ്ങൾക്ക് പറയാം. അപ്പൊ എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്, ഞാൻ തൽക്കാലം തരുന്നില്ല നിങ്ങളോട് പറയാം. കടക്കാരനാണ് കൂടുതൽ അവകാശങ്ങളുള്ളത്. എങ്ങനെ? കടക്കാരനാണ് കൂടുതൽ അവകാശങ്ങളുള്ളത്. കൊടുക്കുന്ന ആൾക്ക് അത് എന്ത് ചെയ്യാൻ ഒരു അവകാശമില്ല, അത് കിട്ടുന്നോ തീരുമാനിക്കുക. അതാണ് ഇസ്ലാമിന്റെ സക്കാത്ത് എന്ന് പറഞ്ഞാൽ, അത് ഓന്റെ ഹക്കാണ്. ഒറ്റൊരു ചോദ്യം, അതായത് എനിക്ക് എൻ്റെ അടുത്ത് പിന്നെ സക്കാത്ത് കൊടുക്കാൻ മാത്രമുള്ള നിസാബ് തേർന്ന സ്വർണ്ണമുണ്ട്. ആ സ്വർണം തന്നെ സക്കാത്ത് കൊടുക്കണോ, അതിന് തത്തുല്യമായ പൈസ മാത്രം കൊടുത്താൽ മതിയോ? രണ്ടും ചെയ്യാം, രണ്ടും സ്വാതന്ത്ര്യമാണ്, വളരെ ഫ്ലെക്സിബിൾ ആണ്. നിങ്ങൾക്ക് സ്വർണ്ണമായിട്ടും കൊടുക്കാം. ഉദാഹരണം പറയാം, നിങ്ങൾ അയൽവക്കത്ത് ഒരു പാവപ്പെട്ട ഒരുത്തൻ കല്യാണം കഴിക്കുന്ന ഒരു മഹർ വാങ്ങാൻ പോലും പൈസ അല്ല. നിങ്ങളുടെ അടുത്താണെങ്കിൽ 100 പവൻ സ്വർണ്ണം ഉണ്ട്, നിങ്ങൾ 2.5 പവൻ നിങ്ങളെ സക്കാത്ത് കൊടുക്കണമല്ലോ. അപ്പോ ഈ 2.5 പവൻ എടുത്ത് കൊണ്ട് ഇഞ്ചു കൊണ്ടുപോയി മഹർ വാങ്ങിക്കോ, അല്ലെങ്കിൽ ഇതായിട്ട് മഹർ ഉപയോഗിച്ചോ എന്ന് പറഞ്ഞാൽ ഒരു സ്വർണ്ണമായിട്ട് കൊടുക്കാം. അതല്ല, വേറെ ഒരു സുഹൃത്ത് വീട് പണി പൂർത്തിയാവാനായിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ സക്കാത്ത് എടുത്ത് ക്യാഷ് ആയിട്ട് കൊടുക്കാം. നീ വീട്ടിൻ്റെക്ക് അത്യാവശ്യം ഫർണിച്ചറൊക്കെ വാങ്ങാൻ എനിക്ക് ഉപകാരപ്പെടും, ഇത് പൈസ ആയിട്ട് ഇതാ. ഈ രണ്ടും നിങ്ങൾക്ക് കൊടുക്കാം. വളരെ ഫ്ലെക്സിബിൾ ആണ് അക്കാര്യത്തിൽ. ഭൂമി വിറ്റ് കിട്ടുന്ന കാശിന് സക്കാത്ത് കൊടുക്കാൻ 1 വർഷം പൂർത്തിയായ ശേഷമാണോ കൊടുക്കേണ്ടത്, അതോ വിറ്റ ഉടനെ കൊടുക്കണോ? ഞാൻ പറഞ്ഞല്ലോ, ഒരു മുതലും നിധി ഒഴിച്ച് ഒരു ക്യാഷിനും കിട്ടിയ ഉടനെ സക്കാത്ത് കൊടുക്കേണ്ടതില്ല. 1 വർഷം പൂർത്തിയാകുമ്പോൾ കൊടുത്താൽ മതി. കാർഷിക വിളകൾക്ക് കൊയ്യുമ്പോഴാണ് എന്ന് ഞാൻ പറഞ്ഞു, എപ്പോഴാണോ വിളവെടുപ്പ് അന്ന് കൊടുക്കണം. അതേപോലെ നിധി എപ്പോഴാണോ കിട്ടുന്നത് ആ കിട്ടിയ അപ്പം തന്നെ അത് 5-1 കൊടുക്കുകയും വേണം. ബാക്കിയുള്ള വാടക ആയിക്കോട്ടെ, അനന്തരാവകാശം ആയിക്കൊള്ളട്ടെ, ശമ്പളം ആയിക്കോട്ടെ, ഗ്രാറ്റുവിറ്റി ആയിക്കൊള്ളട്ടെ, സമ്മാനം ആയിക്കൊള്ളട്ടെ, എന്തായിക്കൊള്ളട്ടെ, നിസാബ് തികയുകയും 1 വർഷം പൂർത്തിയാകുകയും ചെയ്യുമ്പോൾ സക്കാത്ത് കൊടുത്താൽ മതി. അത് തെളിവും ഞാൻ പറഞ്ഞുതരാം. ഇനി പതിനഞ്ച് ഒരു ഇഷ്കാല് വേണ്ട. അള്ളാന്റെ റസൂല് പറയാം, ഫഇദാ കാനത് ലക മിഅതാ ദിർഹമിൻ ഫഹാല അലൈഹൽ ഹൗലു ഫഫീഹാ 5 ദറാഹിമ. നിന്റെ കയ്യിൽ 200 ദിർഹം ഉണ്ടാവുകയും
ആ 200 ദിർഹമിൽ ഒരു വർഷം പൂർത്തിയാവുകയും ചെയ്യുന്ന മുറക്ക് നീ 5 ദിർഹം സക്കാത്ത് കൊടുക്കണം. ലാ സക്കാത്ത ഫീ മാലിൻ ഹത്താ യഹൂല അലൈഹിൽ ഹൗൽ. ഒരു സമ്പത്തിന് സക്കാത്ത് നിർബന്ധമാവുക അതിന് വർഷം പൂർത്തിയാകുമ്പോഴാണ്. ഇങ്ങനെയുള്ള ഹദീസുകളൊക്കെ വെച്ചിട്ടാണ് ആ പറയുന്നത്. ഉസ്താദ്, അതിലൊരു കൺഫ്യൂഷൻ എന്താന്ന് വെച്ചാല്, ഞാൻ സക്കാത്ത് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോഴാണ് എനിക്ക് ഒരു 5 ലക്ഷം രൂപ കിട്ടുന്നത് നടുവില്. കഴിഞ്ഞ വർഷം ഞാൻ സക്കാത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ 5 ലക്ഷം ഒരു നടുവിലാ കിട്ടുന്നത്. അപ്പൊ അത് പിന്നെ അതിന് കൊടുക്കണോ? അത് നേരത്തെ ശമ്പളമൊക്കെ ചോദിച്ചപ്പോ തന്നെ ഞാൻ ആളുകൾ ചോദിക്കുന്നു വിചാരിച്ചിരുന്നു. അപ്പൊ ഈ വർഷം പൂർത്തിയാവുന്ന ഒരു ഡോക്ടറാന്ന് വിചാരിച്ചു. അപ്പൊ താജുദ്ദീൻ സാഹിബിനൊക്കെ പറയാം, 8 ലക്ഷം ശമ്പളമൊക്കെ വാങ്ങുന്ന ഡോക്ടർമാരുണ്ട്. അപ്പൊ ഓര് ജനുവരിയിൽ അല്ലെങ്കിൽ റമദാനിൽ 8 ലക്ഷം വാങ്ങി, ചൊവ്വായിൽ 8 ലക്ഷം വാങ്ങി. അടുത്ത കൊല്ലം റമദാനിൽ അയാൾ സക്കാത്ത് കൊടുക്കുമ്പോ അയാൾ ഷാബാനിൽ വാങ്ങി 8 ലക്ഷം ഉണ്ടാവില്ലേ? അതിനൊരു വർഷം പൂർത്തിയായിട്ടുണ്ടാവില്ല. ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് അതിന് പണ്ഡിതന്മാര് വെച്ചത് വർഷത്തിൽ ഒരു സമയം അയാൾ ഫിക്സ് ചെയ്യാം. എല്ലാരും ശ്രദ്ധിക്കണില്ലേ? എല്ലാ വർഷവും വാടക, ശമ്പളം ഇതൊക്കെ മാസം മാസമാണല്ലോ കിട്ടുക. ഇങ്ങനെയുള്ള ആളുകൾ കൊല്ലത്തിൽ ഒരു സമയം, ഒരു വർഷം ഫിക്സ് ചെയ്യാം. അത് റമദാൻ ആവാം, ശവ്വാൽ ആവാം, ഇനി മാർച്ച്, ഏപ്രിൽ അങ്ങനെ ആകാം. പക്ഷെ അപ്പം തമ്മിൽ വ്യത്യാസം 2.5% എന്നുള്ളത് 2.577 എഴുതി വെച്ചോളി. ഇംഗ്ലീഷ് കാലണ്ടർ പ്രകാരമാണ് വർഷം കണക്ക് കൂട്ടുന്നതെങ്കിൽ 2.5 പോരാ, 2.577. ഇത് സൗദിയിലുള്ള നിങ്ങൾക്ക് ഇപ്പൊ എങ്ങനെയാണെന്ന് അറിയില്ല. അവിടെ മറ്റേ ഹിജറ കാലണ്ടറല്ല മെയിൻ. ഇപ്പൊ എങ്ങനെ മാറിയോന്ന് എനിക്കറിയില്ല. ഏതായിരുന്നാലും മാർച്ച് ടു മാർച്ച്, ഏപ്രിൽ ടു ഏപ്രിൽ ഇങ്ങനെയാണെങ്കിൽ അത് 2.577 എന്ന കണക്കിൽ കൊടുക്കണം. അപ്പൊ വർഷത്തിൽ ഒരു സമയം ഫിക്സ് ചെയ്യും. ആ സമയത്ത് നിങ്ങൾ മൊത്തം ബാങ്കിൽ നിങ്ങളുടെ എത്ര ബാലൻസ് ഉണ്ട്, നിങ്ങൾക്ക് കിട്ടുമെന്ന് പ്രതീക്ഷയുള്ള കടം എത്രയുണ്ട്, നിങ്ങളുടെ ഷോപ്പിൽ സ്റ്റോക്ക് എടുത്തിട്ട് സക്കാത്തിന് വിധേയമായ സംഖ്യ എത്ര ഉണ്ട്, ആഭരണമായിട്ട് ഉപയോഗിക്കാതെ വാങ്ങിച്ചു വെച്ച ആഭരണം എത്രയുണ്ട്, നിങ്ങളെ PF എത്ര പിൻവലിക്കാൻ പറ്റുന്ന എമൗണ്ട് എത്ര ഉണ്ട്, എല്ലാം കൂടി കൂട്ടിയിട്ട് കൊല്ലത്തിൽ ഒരു സമയത്ത് 2.5% കൊടുക്കുക. പിറ്റേത്തെ കൊല്ലവും അതേപോലെ തന്നെ ഒരു ഫിക്സഡ് നിശ്ചയ ടൈം കൊടുക്കുക. അതാണ് ഏറ്റവും എളുപ്പമുള്ള മാർഗം. ഇനി ചാറ്റ് ബോക്സിൽ വന്ന മറ്റൊരു ചോദ്യം, കുട്ടികൾ മൈനർ ആണെങ്കിൽ അവരുടെ കയ്യിലുള്ള സ്വർണം മാതാവിന്റെ കയ്യിലുള്ള സ്വർണത്തിന്റെ കൂടെ ചേർത്ത് നിസാബ് എത്തിയാൽ എല്ലാം കൂടി ഒരുമിച്ചല്ലേ സക്കാത്ത് കൊടുക്കേണ്ടത്? നേരത്തെ ഇവിടെ സ്വർണത്തിന്റെ സക്കാത്ത് അവരുടെ ബാധ്യത എന്ന് പറയുന്നത് കേട്ടു. അപ്പൊ ഒന്നുകൂടി ക്ലാരിഫൈ ചെയ്യണം കുട്ടികളുടെ കാര്യത്തിൽ. അത് കേട്ടു, പിന്നീട് ഞാൻ പറഞ്ഞ കേട്ടുമില്ല. ഞാൻ വേറൊരാളോട് നിങ്ങൾ തന്നെയാണോ നോക്കിയില്ലേ ക്രോസ് ചെയ്ത് ചോദിച്ചിരുന്നത്, ആരാണ് ഉടമസ്ഥൻ? വാപ്പ പറയാണ് തൽക്കാലം ഞാൻ മോക്ക് മേടിച്ചു കൊടുത്താൽ അത് കുറച്ച് കഴിഞ്ഞാൽ ഓടിട്ട് വാങ്ങും, അപ്പൊ വാപ്പയാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. ഉമ്മാന്റെ മോതിരത്ത് വന്ന് ഒരു മോതിരം ഓതി മോള് തൽക്കാലം മോള് ഇട്ടോ ഇറങ്ങാണ്ട് കൊടുത്താണെങ്കിൽ ഉമ്മയാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. അതല്ല, മോക്കാണ് കൊടുത്തതാണ്, അത് എന്റെ മോക്ക് ഉള്ളതാണ്, ഇതിന്റെ മറ്റേ മോക്കുള്ളതാണ്. അങ്ങനെ അവന്റെ ഓൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ഓൽക്കാണ്ടായിട്ടാണ് കൊടുത്ത് മുസ്തഖിലായി അവരെ സെപ്പറേറ്റ് ആയിട്ടാണ് കൊടുത്തതാണെങ്കിൽ അതിനെല്ലാം കൂടി കൂട്ടിച്ചേർക്കേണ്ടതില്ല. അസ്സലാമു അലൈക്കും. ഒരു ശമ്പളക്കാരൻ ഇപ്പോ എല്ലാ മാസവും ശമ്പളം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അയാൾക്ക് സേവിങ്സ് ഒന്നുമില്ല. അതിങ്ങനെ പല കാര്യങ്ങളിലും വീട് പണിയോ ബാക്കിയുള്ളതൊക്കെ ആയിട്ട് അങ്ങനെ ചെലവായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ അയാളുടെ അടുത്ത് പൈസ ഒന്നും ബാക്കിയില്ല. അങ്ങനെയാണെങ്കിൽ ശമ്പളത്തിന് സക്കാത്ത് പറഞ്ഞിട്ട് വേറെ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതുവരെ നിങ്ങൾ കേട്ട വെച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലായതെന്ന് പറയും. ഞാൻ ഇതുവരെ ഉത്തരം പറയാമെന്ന്, ഇനി നിങ്ങൾ ഉത്തരം പറയും. ഇതുവരെ നിങ്ങൾ കേട്ട വെച്ചിട്ട് ഞാൻ ചോദിച്ചിട്ട് നിങ്ങൾ ഉത്തരം പറയും. അയാള് ഇപ്പൊ വീടുണ്ടാക്കി, അപ്പൊ അതിൽ കുറെ അതൊക്കെ ഞാൻ കേട്ട്. നിങ്ങൾ ഈ പറഞ്ഞ ഈ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾക്ക് മനസ്സിലായ ഉത്തരങ്ങളോട് പറയും. ഞാൻ ക്ലാസ് നിങ്ങൾ ശ്രദ്ധിക്കണമല്ലോ. അതിലുള്ള സംശയം എന്താന്ന് വെച്ചാല് അല്ല, സംശയമൊക്കെ എനിക്ക് മനസ്സിലായി. എനിക്ക് സംശയമൊക്കെ ഫുൾ മനസ്സിലായി. നിങ്ങൾ മനസ്സിലാക്കിയ ഒരു ഉത്തരം പറയും. നിങ്ങളോട് ഇപ്പൊ വേറെ ആൾ ഇതേ ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ എങ്ങനെ ഉത്തരം പറയാം? എന്റെ ക്ലാസ് സേവിങ്സ് ഇല്ല, അതുകൊണ്ട് കൊടുക്കേണ്ടതാണ് പ്രാഥമികമായ ഉത്തരം. അതന്നെയാണ്. കാരണം എന്താ, സക്കാത്തിന്റെ നിബന്ധന ഞാൻ ആദ്യം പറഞ്ഞു. ഒരാൾക്ക് സക്കാത്ത് നിർബന്ധമാകണമെങ്കിൽ സ്വന്തം മുതലായിട്ട് നിസാബ് തികയണം. ആ നിസാബ് തികഞ്ഞത് പോരാ, പിറ്റത്തെ വർഷം ആ സമയത്ത് നിസാബ് കുറയാതെ അയാളെ അടുത്തുണ്ടാവണം. എപ്പോഴേ സക്കാത്ത് കൊടുക്കണ്ടോ?
ഉദാഹരണം പറയാം, നിങ്ങൾ ചോദിച്ച ചോദ്യം തന്നെ. നിങ്ങൾ ഗൾഫിലുള്ള ഒരാൾ, അയാൾക്ക് നല്ല ശമ്പളമുണ്ട്, പക്ഷേ ആദ്യത്തെ മാസം ശമ്പളം വാങ്ങിയിട്ട് തറപ്പണി തുടങ്ങി. സാധാരണ നിങ്ങളൊക്കെ ചെയ്യുന്നല്ലേ. രണ്ടാമത്തെ മാസത്തെ ശമ്പളം വാങ്ങിച്ചിട്ട് ചുമര് കെട്ടൽ തുടങ്ങി. മൂന്നാമത്തെ മാസത്തെ ശമ്പളം വാങ്ങിച്ചിട്ട് അതിന്റെ കോൺക്രീറ്റ് തുടങ്ങി. ചുരുക്കി പറഞ്ഞാൽ കൊല്ലാവസാനം ഒരു കൊല്ലം കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കുമ്പോൾ വട്ടപ്പൂജ. എന്നാലോ ലക്ഷങ്ങൾ നിങ്ങൾ വാങ്ങും ചെയ്തിട്ടുണ്ട്. എന്നാൽ നിങ്ങൾ സക്കാത്ത് കൊടുക്കണ്ട. ഇസ്ലാമിലെ സക്കാത്ത് ഖനിയായ ഒരാൾക്ക് എന്ന് വെച്ചാൽ എല്ലാ നിബന്ധനകളും ഒത്തിട്ട് ഒരുത്തൻ സക്കാത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നരകത്തിക്കാണ് പോകേണ്ടി വരും. ഓ മുസ്ലിമായിട്ട് കണക്ക് കൂട്ടൂല. ഓന് സക്കാത്ത് കൊടുക്കാതിരിക്കാൻ ഒരു ഉദുറും ഉണ്ടാവില്ല. ഓനോന്റെ ആവശ്യങ്ങൾ പൂർത്തിയാക്കി. കഴിഞ്ഞ കൊല്ലം ഓന്റെ അടുത്ത് 10 ലക്ഷം ഉറുപ്പിയുണ്ട്. ഈ റമദാൻ ഓന്റെ കയ്യിൽ 10 ലക്ഷം ഉണ്ട്. അതിന്റെ അടുത്ത് കാര്യങ്ങളൊക്കെ നടക്കും ചെയ്ത്. എന്നിട്ട് ഓൻ സക്കാത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓനെ മുസ്ലിമാന്ന് പറയാൻ പറ്റൂല. അതേസമയം ഒരാൾ അയാളുടെ ഹലാലായ ആവശ്യങ്ങൾ, മോളെ കെട്ടിക്കണം, മക്കളെ പഠിപ്പിക്കണം, വീട് നന്നാക്കണം, പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഹജ്ജ് വന്ന് അത് ചെയ്യണം, ഇതെല്ലാം കൂടി ചെയ്ത് അയാൾക്ക് ബാലൻസ് ഒന്നുമില്ല, നിസാബിന്റെ താഴെ ഉള്ളൂ എങ്കിൽ അയാൾ ഖനിയല്ല, അയാൾ സക്കാത്ത് കൊടുക്കേണ്ടതില്ല. അതായത് ഒരു ഇതെന്താ വെച്ചാൽ ഇപ്പൊ നമ്മളിപ്പോ സാധാരണ വീട്ടിലിപ്പോ ഒരാള് 25 ലക്ഷത്തിന്റെ വീടാ വെക്കണ്, അയാളും ജീവിതം പോറ്റുന്നുണ്ട്, നാട്ടിലാണ് അയാൾക്ക് പണി, അയാൾ അവിടെയും കാര്യങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷെ അതിനെക്കാട്ടിലും ഒരുപാട് ശമ്പളമുള്ള ഒരാള് ഒരു 50-ന്റെയോ 60-ന്റെയോ 70-ന്റെ ലക്ഷത്തിന്റെ വീട് വെച്ചു. അപ്പം അയാൾ ചെയ്യുന്നത് ദൂർത്തല്ലേ? അപ്പൊ അയാൾ ഇനി സക്കാത്ത് കൊടുക്കാൻ അർഹനല്ലേ? അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാല് അതാണ് എന്റെ ഒരു ചർച്ച വന്നപ്പോ അതിന്റെ ഉത്തരം, അയാൾ വീടിന് സക്കാത്ത് കൊടുക്കണ്ട, ദൂർത്ത് ചെയ്തതിന് അയാൾ അള്ളാഹിനോട് വേറെ മറുപടി പറയേണ്ടി വരും. അത് വേറെ രണ്ട് ബന്ധമല്ല. നിങ്ങൾക്ക് ഇപ്പോ ഒരു ഇന്നോവ കാറും വാങ്ങാം, നിങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് റോൾസ് റോയ്സും വാങ്ങാം, ബെൻസും വാങ്ങാം, BMW വാങ്ങാം. ഇനി വലിയ വണ്ടി ഇന്നോവ നിങ്ങൾക്ക് ലോങ് ട്രിപ്പ് പോകാൻ, അയൽവക്കത്തേക്കൊക്കെ പോകാൻ വേണ്ടി ഒരു നാനവും വാങ്ങിച്ച്, പിന്നെ വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വേണ്ടിയിട്ട് ഒരു സ്കൂട്ടിയും വാങ്ങിച്ച്, ഇതെല്ലാം നിങ്ങൾക്ക് വാങ്ങിക്കാം. പക്ഷേ ഇതൊക്കെ വാങ്ങിച്ച നിങ്ങൾ ഉപയോഗത്തിനായതുകൊണ്ട് അതിനൊന്നും സക്കാത്തില്ല. പക്ഷെ ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടായിരുന്നോ? അതല്ല സക്കാത്ത് നിന്ന് ഒഴിവാകാൻ വേണ്ടിയ ഉദ്ദേശങ്ങൾ ഉണ്ടായിരുന്നോ? ഇതൊക്കെ നിങ്ങളും അള്ളയും മാത്രം അറിയുന്ന കാര്യമാണ്. അതുകൊണ്ട് ഒരാൾക്ക് 1 കോടി ഉറുപ്പ്യന്റെ വീടുണ്ടാക്കാം. പക്ഷെ ആ 1 കോടി ഉറുപ്പ്യന്റെ വീടുണ്ടാക്കി ആ വീടിന് സക്കാത്തില്ല, ആ പൈസ ചെലവായി ഇപ്പോൾ അതിനും സക്കാത്തില്ല. പക്ഷെ അയാൾക്ക് ആകെ 10 ലക്ഷത്തിന്റെ വീടേ ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി 90 ലക്ഷം ദൂരത്താണെങ്കിൽ അള്ളാഹിന്റെ മുമ്പിൽ അയാൾ കൊടുക്കും. അയാൾ സക്കാത്ത് കൊടുത്താലും കൊടുക്കും. ക്ലിയർ ആണ്. അസ്സലാമു അലൈക്കും. ഒരു ചോദ്യം കൂടി. സ്വർണം ഉണ്ട്, അത് ഒരാൾക്ക് ഒരു ആവശ്യത്തിന് വേണ്ടി കൊടുത്തു, അദ്ദേഹം അത് പണയം വെച്ചു. അപ്പൊ അതിന്റെ സക്കാത്ത് എങ്ങനെയായിരിക്കും? ആ പണയം വെച്ചതെന്ന് പറഞ്ഞാൽ അയാളെ മുതലായിട്ട് ആളെ ബാങ്കിലുണ്ടെന്നുണ്ടല്ലോ. പണയം വെക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അയാളെ മുതലായിട്ട് ഒരു കേടും കൂടാതെ ആളെ സൂക്ഷിപ്പുണ്ടെന്നല്ലേ? അതെ. അല്ല, അതിന്റെ ഉത്തരവ് ഞാൻ ഒരാൾക്ക് കൊടുത്തതാണ്. അപ്പൊ അതിന്റെ ഉത്തരവാദിത്തം എനിക്കാണ് വരിക, അത് അദ്ദേഹത്തിനാണ് വരിക? കൊടുത്ത ആരാണോ അയാൾക്കാണ് ഉത്തരം, വാങ്ങിച്ചാക്കല്ല. കൊടുത്ത ആളാണ് അതിന് സക്കാത്ത് കൊടുക്കേണ്ടത്. ഓക്കെ. നിസാബ് കഴിഞ്ഞാല് നമ്മൾ ധരിക്കേണ്ട ആഭരണത്തിനും സക്കാത്ത് കൊടുക്കണം എന്നാണല്ലോ ഇത്രയും കാലം നമ്മൾ കേട്ടത്. ഇപ്പോഴൊരു നിസാബ് തികഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ധരിക്കുന്ന ആഭരണത്തിനും കൂടി സക്കാത്ത് കൊടുക്കണം എന്നാണ് ഇതുവരെ നമ്മളൊക്കെ പഠിച്ചു വെച്ചത്. ഇപ്പൊ പറഞ്ഞത് അങ്ങനെ വീക്ഷണമുണ്ട്, പണ്ഡിതന്മാർക്ക് അങ്ങനെ വീക്ഷണമുണ്ട്. പക്ഷെ ഭൂരിഭാഗം ഫുഖഹാക്കളും അണിയുന്നതിന് ധരിക്കുന്നതിന് സക്കാത്ത് ഇല്ല എന്ന വീക്ഷണമാണ്. ഷാഫിഈ, മാലിക്കി, ഹംബലി മദ്ഹബുകളും ഷെയ്ഖ് യൂസുഫുൽ ഖർളാവി പോലെ ആധുനിക ഫുഖഹാക്കളൊക്കെ പറയുന്നത് അണിയുന്നതിന് എന്തില്ല, സക്കാത്ത് ഇല്ല എന്നാണ്. ഇപ്പൊ സാലറി ഒക്കെ കിട്ടുന്നുണ്ട്, അതിന്റെ ഒക്കെ സക്കാത്തൊക്കെ കൊടുക്കുന്നുണ്ട്. അല്ല, അതല്ല വിഷയം വേറാണ്. അപ്പൊ പൈസ കൂട്ടി വെച്ച് സക്കാത്തൊക്കെ കൊടുക്കുന്ന ക്യാഷാണ് കൂട്ടി വെച്ച് ഒരു 50 ലക്ഷത്തിന്റെ സ്ഥലം വാങ്ങി കച്ചവട ഉദ്ദേശം. പക്ഷെ കച്ചവടം ഒരു 4-5 വർഷത്തേക്ക് നടന്നില്ല. അത് പറഞ്ഞ മനസ്സിലായില്ല. സക്കാത്ത് കൊടുക്കുന്ന പൈസ 50 ലക്ഷം കൂട്ടി വെച്ച് അല്ല, സാലറി ഒക്കെ കിട്ടുന്ന ക്യാഷ് സക്കാത്തൊക്കെ എല്ലാ വർഷവും കൊടുത്ത് കൂട്ടി വെച്ചിട്ട് ഒരു 50 ലക്ഷം ആയപ്പോ ഒരു പ്രോപ്പർട്ടി കച്ചവട ആവശ്യത്തിന് വാങ്ങി. അത് മൊത്തം ക്യാഷും കൊടുത്ത് വേറെ ക്യാഷ് അയാളെ കയ്യിലില്ല. പക്ഷെ കച്ചവടം പിന്നെ നടന്നത് 5 വർഷത്തിന് ശേഷമാണ്.
അപ്പോ ഒരു 75 ലക്ഷം തിരിച്ചു കിട്ടി. അപ്പൊ കൊടുക്കേണ്ടത് ഈ ബാക്കി വന്ന 25-നാണോ മൊത്തം 75-നാണോ, അല്ലെങ്കിൽ നിങ്ങൾ ഈ വാങ്ങിച്ച 2 ഭൂമിയാ? വർഷം സക്കാത്ത് കൊടുത്തില്ല അതിനൊക്കെ എങ്ങനെയാ? അല്ല, ആ ചോദ്യത്തിൽ കുറച്ച് കാര്യങ്ങൾ ക്ലിയർ ആവേണ്ടതുണ്ട്. ജക്കാത്ത് കൊടുത്ത ക്യാഷ് കൊണ്ട് നിങ്ങൾ പ്രോപ്പർട്ടി വാങ്ങി എന്നല്ല പറഞ്ഞത്. ഉദാഹരണമായിട്ട് ഒരു ബിൽഡിംഗ് വാങ്ങി അല്ലേ? അല്ലല്ല, സക്കാത്ത് കൊടുത്ത ക്യാഷ് എന്നല്ല. അതെ 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 ജക്കാത്ത് കൊടുത്ത് ശുദ്ധിയായ കാശ് കൊണ്ട് അതെ നിങ്ങൾ ഒരു ബിൽഡിംഗ് വാങ്ങി അല്ലേ? അതെ അതെ. പക്ഷെ ബിൽഡിംഗ് വാടകയ്ക്കൊന്നും പോയില്ല. ഒരു 2 കൊല്ലം ബിൽഡിംഗ് അല്ല, കഴിഞ്ഞിട്ടാണ് പ്രോപ്പർട്ടി. അതെ അതല്ല ഉദ്ദേശിച്ചേ. അതെ 2 കൊല്ലം കഴിഞ്ഞിട്ടാണ് വാടകയ്ക്ക് പോകുന്നത്, അല്ലെങ്കിൽ പിന്നെ അതിൽ ആളുകൾ താമസം തുടങ്ങി വിൽക്കാൻ പറ്റിയത്. അങ്ങനെയൊക്കെ ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? വിൽക്കാൻ വെച്ച സാധനമാണെങ്കിൽ അതൊരു കച്ചവട വസ്തു എന്നുള്ള അർത്ഥത്തിൽ ജക്കാത്ത് കൊടുക്കണം. ഉദാഹരണമായിട്ട് ചില ഫ്ലാറ്റുകളും വീടുകളൊക്കെ ഉണ്ടാക്കി വിൽക്കുന്ന ആളുകളുണ്ട്. പണിയൊക്കെ പൂർത്തിയായിട്ട് ആള് വന്നാൽ വിൽക്കാൻ മതി. അതൊക്കെ അയാളുടെ മുതലാണ്, വിൽക്കാൻ വെച്ച കച്ചവട ചരക്ക് പോലെയാണ്. അതിന് അയാൾ കൊല്ലം കൊല്ലം സക്കാത്ത് കൊടുക്കണം. എന്നാൽ വാടകയ്ക്ക് കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടതാണെങ്കിൽ വാടക കിട്ടുമ്പോൾ വാടകയ്ക്ക് സക്കാത്ത് കൊടുക്കേണ്ടി വരും. ഈ കൊല്ലം കൊല്ലം സക്കാത്ത് കൊടുക്കാന്ന് പറഞ്ഞാൽ ഉള്ള ക്യാഷ് മുഴുവൻ ഇറക്കിയിട്ടാണ് അയാൾ വാങ്ങിയത്. അയാളുടെ അടുത്ത് വേറെ സക്കാത്ത് കൊടുക്കാൻ ക്യാഷ് ഇല്ലെങ്കിൽ പിന്നെ ഒരു 3-4 കൊല്ലം കഴിഞ്ഞിട്ട് അതൊക്കെ കൂടി കൂട്ടി കൊടുക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ അതിൽ വേറെ എന്തെങ്കിലും? അങ്ങനെ കൊടുത്താൽ ലിക്വിഡ് മണിയായിട്ട് അയാളുടെ അടുത്ത് ഇല്ലെങ്കിൽ അങ്ങനെ കൊടുത്താൽ മതി. പക്ഷെ അതിന്റെ ഇടയ്ക്ക് അയാൾ മരിച്ചാൽ ആ കൊടുക്കാത്ത അത്രയും വർഷത്തിന്റെ ഉത്തരവാദി അയാളായിരിക്കും. ഇപ്പൊ ഒരു സ്ത്രീയുടെ അടുത്ത് 100 പവൻ സ്വർണ്ണം ഉണ്ടെന്ന് വിചാരിക്കുക. അതിങ്ങനെ ആഭരണമായിട്ട് ഇങ്ങനെ വെച്ചിരിക്കുക. അപ്പൊ അത് കൊടുത്താല് പിന്നെ അതിന്റെ അടുത്ത് കാശൊന്നും വേറെ അല്ല. അപ്പൊ പിന്നെ സ്വർണ്ണം എടുത്ത് കൊടുക്കാണ്ട് തോന്നണമില്ല. അങ്ങനെയാകുമ്പോൾ എന്ത് ചെയ്യണം? സ്വർണ്ണം എടുത്ത് വിറ്റിട്ട് കൊടുക്കണം. ഇനി അല്ലെങ്കിൽ വേറെ നിങ്ങൾ കാശ് കടം വാങ്ങിയിട്ട് കൊടുക്കണം. ഇത് വാഗ്ദാനം ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ ഒരു വർഷം പൂർത്തിയായി, സക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥനാണ്, ആ വർഷം അയാളുടെ കയ്യിൽ ക്യാഷ് ഇല്ല. കൊടുക്കാൻ അവകാശപ്പെട്ട ആൾക്ക് ഒരു വാഗ്ദാനം, ഇത്ര സക്കാത്ത് എനിക്ക് കൊടുക്കാനുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് തരികയാണ്, പക്ഷെ ഒരു 3-4 മാസം കഴിഞ്ഞിട്ട് എനിക്കത് കൈമാറാൻ പറ്റൂ. ആ രീതിയിൽ വാഗ്ദാനം കൊടുത്തുകൊണ്ട് സക്കാത്ത് ബാധ്യത നിർവഹിക്കാൻ പറ്റുമോ? വാഗ്ദാനം കൊടുക്കുകയല്ല. അതായത് സക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥനായി ഡേറ്റ് ഒക്കെ എത്തിയ ഒരാൾക്ക് കൊടുക്കാതെ ഇരിക്കാൻ ന്യായമായ കാരണം ഉണ്ടെങ്കിൽ നീട്ടി വെക്കാം. പക്ഷെ അയാൾ രേഖപ്പെടുത്തി വെക്കണം, ഞാൻ മരിക്കുകയാണെങ്കിൽ ഇത്ര റുപ്യ സക്കാത്ത് കൊടുക്കണം മക്കളെ, അത് കൊടുത്തിട്ടേ എന്റെ സ്വത്ത് വീതം വെക്കാവൂ എന്ന് രേഖാമൂലം സാക്ഷികൾ മുഖേന കൃത്യമാക്കി വെക്കണം. ബാക്കിയുള്ളവർക്ക് കടം കൊടുക്കാന്നുള്ളതിനേക്കാളും ഗൗരവമുള്ളതാണ് അള്ളാഹ്ക്ക് കൊടുക്കാനുള്ള കടം. അനന്തരാവകാശം കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കവറിൽ കിടക്കാൻ കഴിയില്ല. നമ്മളൊരു കുടുംബക്കാരെ പക്ഷേ ബിസിനസ് ആവശ്യത്തിനും ഇതിനൊക്കെ ആയിട്ട് കുറെ സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, 4 ലക്ഷം 5 ലക്ഷം കാര്യമൊക്കെ ആയിട്ട്. പക്ഷേ മൂപ്പര് എന്ന് പറഞ്ഞാൽ മൂപ്പരുടെ ക്യാരക്ടർ വെച്ചിട്ട് മൂപ്പരൊന്നും ചോദിക്കാനും പോയില്ല, ഒക്കെ സുഹൃത്തുക്കൾക്ക് തന്നെ ചെയ്താണ്. അപ്പോ മൂപ്പര് അതിനെ പറ്റിയിട്ട് അന്വേഷിക്കാനും ഇതിനൊന്നുമില്ല. അത് ആ കൊടുത്ത പൈസക്ക് എന്താണ് തിരിച്ചിട്ട് ഒരു ലാഭമോ അല്ലെ നഷ്ടം എന്താണെന്നൊന്നും അറിയില്ല മൂപ്പർക്ക്. പക്ഷേ ഈ സക്കാത്തിന്റെ ടൈം ആകുമ്പോൾ മൂപ്പരെ ഫാദർ വിളിച്ചിട്ട് 10,000 അങ്ങനെയൊക്കെ ആയിട്ട് മൂപ്പരുടെ അടുത്ത് നിന്ന് പൈസ ഇടിപ്പിച്ചിട്ട് സക്കാത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു സ്വീകാര്യത എങ്ങനെയാണ്, എന്താണെന്നുള്ളതാണ്. അതിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞാല് ഉത്തരം പറയാൻ കഴിയില്ല. കച്ചവട സ്ഥാപനത്തിലാണ് ഇൻവെസ്റ്റ് ചെയ്തതെങ്കിൽ സ്റ്റോക്കിന് സക്കാത്ത് കൊടുക്കണം. ഓക്കെ. അതേപോലെ സർവീസ് ഫീൽഡിന്, അപ്പോൾ ടൂറിസം, ട്രാവൽസ്, പിന്നെ അങ്ങനത്തെ സർവീസ് ഇതിലാണെങ്കിൽ അവിടെ ഐറ്റംസും ചരക്കുകളൊന്നും ഉണ്ടാവില്ലല്ലോ. അവിടുന്ന് റിട്ടേൺ കിട്ടുകയല്ലേ ഉള്ളൂ. ഉദാഹരണം ഒരു ഹോട്ടലാന്ന് വിചാരിച്ചോ, അവിടെ സ്റ്റോക്ക് ഒന്നും ഉണ്ടാവില്ല, കുറെ ഫർണിച്ചറും കാര്യങ്ങളും ഉണ്ടാവുന്നല്ലാണ്ട്. അതിൽ നിന്ന് ലാഭമായിട്ട് അയാൾക്ക് ഹോട്ടൽ മുതലാളി ഇയാളുടെ വിഹിതത്തിന് എന്തെങ്കിലും കൊടുത്താലേ ഇയാൾക്ക് കിട്ടുള്ളൂ. ക്യാഷ് ആയിട്ടും ഉണ്ടാവില്ല, മുതലായിട്ടും ഉണ്ടാവില്ല, ചരക്കായിട്ടും ഉണ്ടാവില്ല. അപ്പൊ അങ്ങനത്തെ ആണെങ്കിൽ അയാൾ സക്കാത്ത് കൊടുക്കേണ്ടിയില്ല. കാരണം അയാൾ കയ്യിലൊന്നും ഇല്ലല്ലോ, റിട്ടേൺ കിട്ടുന്നില്ലല്ലോ. ഈ അയാൾ പിന്നീടാണെങ്കിലും ക്യാഷ് കിട്ടൂല. അങ്ങനത്തെ ഒരു അവസ്ഥ, അതാണ് സർവീസ് ഫീൽഡ് എന്ന് പറയുന്നത്. അതേസമയം ചരക്കുകളുള്ള, സ്റ്റോക്കുള്ള, വിൽപ്പന ചരക്കുകളുള്ള, അത് റോ മെറ്റീരിയൽ ആവട്ടെ സംസ്കൃത വസ്തുക്കളാവട്ടെ രണ്ടും ആയിക്കോട്ടെ, അങ്ങനെ വിൽക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഉള്ള സംവിധാനത്തിലാണ് ഇൻവെസ്റ്റ് ചെയ്തതെങ്കിൽ ആ സ്റ്റോക്കിന്റെ ഇത് കണക്കാക്കിയിട്ട് അയാളുടെ വിഹിതത്തിന് അയാൾ സക്കാത്ത് കൊടുക്കണം. അത് വാപ്പ വാങ്ങണ ആ കോലത്തിലാണെങ്കിൽ കുഴപ്പമില്ല, മറ്റേ കോലത്തിലാണെങ്കിൽ വാപ്പ ചോദിക്കണമെന്ന് വിചാരിച്ചിട്ട് കൊടുക്കേണ്ടിയില്ല. സക്കാത്ത് എന്നുള്ള കൊടുക്കേണ്ടിയില്ല. ഓക്കെ. അവസാനത്തെ ഒരു ചോദ്യം കൂടി.
ഓക്കെ, നമ്മള് പരിപാടി അവസാനിപ്പിക്കുകയാണ്. മൗലവിനെ ഇനിയും നമ്മൾ ഇടങ്ങറാക്കുന്നില്ല. മൗലവിയുടെ ഒരു പ്രാർത്ഥനയോട് നമുക്ക് അവസാനിപ്പിക്കാം. അതിന് മുമ്പായിട്ട് ഒരു ചാറ്റ് ബോക്സിൽ ചെറിയൊരു അന്വേഷണം വന്നിട്ടുണ്ട്. അതിന് മറുപടി പറയുകയും അവസാനം പ്രാർത്ഥനയോട് കൂടി മൗലവി അവസാനിപ്പിക്കും. ചോദ്യം എന്താണെന്ന് വെച്ചാൽ, സക്കാത്ത് കിട്ടുന്ന ആളുടെ അവകാശമാണ് എന്ന് പറഞ്ഞല്ലോ. അങ്ങനെയെങ്കിൽ സംഘടിത സക്കാത്തിന്റെ കീഴിൽ നമ്മൾ ഒരാൾക്ക് വീട് വെച്ച് കൊടുക്കുകയോ അല്ലെങ്കിൽ ഓട്ടോറിക്ഷ വാങ്ങിക്കൊടുക്കുകയോ അല്ലെങ്കിൽ വീടുണ്ടാക്കാനുള്ള കല്ല് ഇറക്കി കൊടുക്കുകയോ സിമെന്റ് ഇറക്കി കൊടുക്കുകയോ ചെയ്താൽ അത് അയാളുടെ അവകാശം നമ്മൾ തീരുമാനിക്കുന്ന പോലെ ആവില്ലേ? അപ്പൊ ഈ ഒരു ചോദ്യത്തിലുള്ള ആൻസറും പ്രാർത്ഥനയും കൂടി അത് നമ്മൾ ഈ സംഘടിത സക്കാത്ത് സംവിധാനങ്ങൾ നടത്തുന്ന ആളുകൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് കൂടിയാണ്. ഞാനത് പറയുകയാണ്. നമ്മൾ ബൈത്തുൽ സക്കാത്തൊക്കെ സിദ്ദീഖ് സാഹിബേ, ബൈത്തുൽ സക്കാത്തൊക്കെ ചെയ്യുന്നത് ആളുകൾ ഇങ്ങോട്ട് അപേക്ഷിക്കലാണ്. അതായത് ഇനി ഞങ്ങൾക്ക് വീടാണ് വേണ്ടത്, എനിക്ക് 2 പശു കൂടെ കിട്ടിയാൽ ഞാൻ ജീവിച്ചോളാം എന്ന് വെച്ചാൽ ആവശ്യവും നിർണയവും അവരാ നടത്തുന്നത്. ചിലവർ പറയാം ഇതൊന്നും വേണ്ട, എനിക്ക് തുടർന്ന് പഠിക്കാനുള്ള അതിനുള്ള സ്കോളർഷിപ്പായിട്ട് തന്നാൽ മതി. അപ്പോൾ ദായകനല്ല തീരുമാനിക്കുന്നത്, അവകാശിയാണ് തീരുമാനിക്കുന്നത്. അപ്പൊ ആ അർത്ഥത്തില് അത് സക്കാത്ത് കമ്മിറ്റികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അല്ലാതെ നമ്മൾ അവർക്ക് ഇഷ്ടമല്ലാത്തത് അവരെ കൊണ്ട് പിടിപ്പിക്കുന്ന രൂപത്തിൽ ഇവിടുന്ന് അങ്ങോട്ട് ഫോഴ്സ് ചെയ്യുന്ന രൂപത്തിൽ ചെയ്യാൻ പാടില്ല. ഈ സക്കാത്ത് കമ്മിറ്റികൾ വളരെ നല്ല ജാഗ്രത, വിജിലന്റ് ആയിരിക്കണം എന്നാണ്. ആ ചോദ്യം വളരെ നല്ല ചോദ്യമായി. അത് നമ്മൾ ഉത്തരവാദിത്വത്തോടു കൂടി ഒരു അമാനത്ത് എന്നുള്ള അർത്ഥത്തിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഞാൻ നിങ്ങളായിട്ട് കൂടുതൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ച് കലമ്പിയിട്ടൊക്കെ കുറെ നേരം ഇരിക്കണതൊക്കെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അതായത് ചില ആളുകൾ ചോദിക്കും പോലെ ഞാനിങ്ങനെ കറക്കണം എന്തിനാ വെച്ചാൽ വേറെ ആളുകൾ ചോദിക്കും, നിങ്ങൾക്ക് എന്താ മനസ്സിലായിരുന്നോ, നിങ്ങൾക്ക് അറിയാലേ ഇത് മൂല്യന്മാർ പറഞ്ഞു കൊടുക്കൂല, ഒരു ഖുതുബയിൽ പോലും പറയില്ല, ക്ലാസ്സിൽ പോലും പറയില്ല. ചില മൂല്യന്മാരോട് ചോദിച്ചാൽ വരെ അന്തോട്ട് ഉണ്ടാവില്ല. കാരണം ഇത് ഓൽക്ക് പരിചയമില്ലല്ലോ. നമ്മൾ സക്കാത്ത് സംഘടിത സക്കാത്ത് എനിക്ക് ബന്ധപ്പെട്ട് ഇങ്ങനെ ഇറങ്ങിയപ്പോൾ ഒരു മുസ്ലിയർ എന്നോട് ഒരിക്കല് പറഞ്ഞതായിട്ട് കുഞ്ഞു മുഹമ്മദ് പറപ്പൂർ എന്നോട് പറഞ്ഞു, മൗലവി നിങ്ങൾക്ക് കേൾക്കണം, ഞങ്ങളുടെ നാട്ടിൽ ഇതൊക്കെ ഒരു മട്ടത്തിൽ ഇങ്ങനെ ആയി വന്നപ്പോൾ പള്ളിയിലെ മൗലിയര് പറഞ്ഞത്രേ, നിങ്ങൾ ഇതെല്ലാം കൂടി സംഘടിതം എനിക്ക് എന്തെങ്കിലും 2 ഉറുപ്പ്യ കിട്ടണോ ഇല്ലാടാക്കി നിങ്ങൾ വരുന്നു. ഞാൻ ഈ ഗൾഫിൽ നിന്നൊക്കെ വരുന്ന ആളുകൾ സക്കാത്ത് നിറങ്ങാണ്ട് ഉസ്താദിനെ കൊണ്ടുപോയി കൊടുക്കും. പിന്നെ ഓല് എന്റെ വിധി പറയോ? കാരണം ഓൽക്ക് കിട്ടണം ഇല്ലാണ്ടാകുകയല്ലേ. അപ്പൊ ഇതാണ് നമ്മളെ നാട്ടിലെ കഥ. അപ്പൊ അതുകൊണ്ട് ഇതായിട്ട് ആ കോംപ്ലിക്കേറ്റഡ് ഒന്നല്ല. നിങ്ങൾ റിയാദിലെ ഈ തനിമ ടീം നിങ്ങൾ ഇതൊന്ന് പഠിക്കണം. കാരണം ഇത് ഭയങ്കരമായിട്ടുള്ള നിയമങ്ങളൊന്നും നല്ലത്. ഇത് കണക്ക് പഠിക്കുന്നത് പോലെ, പണ്ട് ഗുണന പട്ടിക പഠിക്കുന്നത് പോലെ ഇതിന്റെ ലോജിക്ക് ഒന്നാണ് മനസ്സിലാക്കി വെച്ചാൽ ആരോടും നിങ്ങൾക്ക് സംസാരിക്കാം, ആർക്കും വിശദീകരിച്ചു കൊടുക്കാം. നിങ്ങളെ കാരണം കൊണ്ട് ഒരു മനുഷ്യൻ മട്ടത്തിൽ സക്കാത്ത് കൊടുത്താൽ നിങ്ങൾക്ക് എത്ര കൂലി, എന്തോരം പാവങ്ങൾക്ക് അതിന്റെ ഒരു ഗുണം കിട്ടും. അപ്പൊ അതുകൊണ്ട് അതിനൊക്കെ ഒരു പ്രേരകമാണ്. ഞാൻ ചില ആളുകൾ ചോദിക്കുമ്പോൾ നന്നായിട്ട് ക്രോസ് ചെയ്തൊക്കെ അതിന് വേണ്ടിയിട്ടാണ്. കാരണം ഓൽക്ക് ഇതങ്ങോട്ട് തിരിയണം. അല്ലാതെ ഓല് ഇങ്ങനെ ചിലവർ വിചാരിക്കണം ഇത്തപ്പം മൗലവി ഒരു പരിചയമില്ലാത്ത മനുഷ്യനോട് ചോദിച്ചപ്പോൾ അയാളിട്ട് ഇങ്ങനെ വട്ടം കറക്കി എന്ത് മനുഷ്യനാണൊക്കെ ഇങ്ങനെ ചിന്തിക്കണം. അതിനൊന്നും എനിക്ക് കുഴപ്പമില്ല. കാരണം ഞാൻ അങ്ങനെ തന്നെ ക്ലാസ് എടുക്കുക, പ്രത്യേകിച്ച് നമ്മളെ പ്രവർത്തകരാകുമ്പോൾ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇത് പഠിക്കണം. ഭയങ്കര ദൗത്യമാണ് നിങ്ങളൊക്കെ ഏറ്റെടുക്കേണ്ടത്. ഇത് നമ്മളെ കൂട്ടത്തിൽ പറഞ്ഞു കൊടുക്കാനും ആളില്ല, അതാ വലിയ സങ്കടം. അത് നമ്മൾ സക്കാത്തിന്റെ പ്രാധാന്യം ഇതൊക്കെ പറയുമെങ്കിലും സാധാരണക്കാരനായ ഒരു കച്ചവടക്കാരൻ വന്നിട്ട് ചോദിച്ചു. നിങ്ങളെ ചോദ്യങ്ങളുടെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ചോദിച്ച ചോദ്യങ്ങളൊക്കെ വളരെ പ്രാക്ടിക്കലാണ്, അല്ലാതെ തത്വം തിരിയാൻ വേണ്ടി ചോദിച്ചല്ല. അത് ചോദ്യത്തിൽ തന്നെ വ്യക്തമാണ്. അതായത് യഥാർത്ഥ കൊടുക്കാൻ വേണ്ടിയിട്ടും അതിന് പ്രായോഗികമായിട്ട് എന്താണ് എന്നൊക്കെ തിരിയാൻ വേണ്ടിയിട്ട് ചോദിച്ച ചോദ്യങ്ങളാണ്. ഇത് നിങ്ങളുടെ മാത്രം ചോദ്യമല്ല. 100 ക്ലാസ് ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ 90 ക്ലാസ്സിൽ വരുന്ന സെയിം ചോദ്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇത് മാക്സിമം പരത്തണം, പഠിക്കണം, പ്രചരിപ്പിക്കണം. അങ്ങനെ ദീനിന്റെ വലിയ ഒരു റുക്കനായ ഈ സക്കാത്ത് വളരെ വ്യവസ്ഥാപിതമായി ഉണ്ടാവുകയും മുസ്ലിം സമുദായത്തിന് വലിയ ഉന്നതിയിലെത്താൻ കാരണമാകുന്ന ഈ സംവിധാനത്തിന് വേണ്ടി നിങ്ങളെ കൊണ്ട് കഴിയുന്ന സേവനങ്ങൾ അർപ്പിക്കണം. നമ്മൾ ഇൻഷാ അല്ലാഹ് ഏത് സമയത്തും ഒഴിവുള്ള സമയത്തൊക്കെ നിങ്ങളെ സഹായിക്കാനും പറഞ്ഞു തരാനും ഒരു കുഴപ്പമില്ല. നിങ്ങൾ ആഫിയത്തിന് വേണ്ടി ദുആ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിന് വേണ്ടി അവസാന ശ്വാസം വരെയും ആവുന്ന എല്ലാ സേവനവും ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, പറയുന്ന സംസാരങ്ങളും അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. അതിന് ദുനിയാവിൽ നല്ല പ്രതിഫലനവും പരലോകത്തിൽ വലിയ പ്രതിഫലവും നൽകി പടച്ചവൻ നമ്മെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിക്കുകയാണ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം കസീറ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.